നമസ്കാരം പ്രിയ പ്രേക്ഷകരെ, ഗുഡ് ഈവനിംഗ്. ആദ്യ നിർണായകമായ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് നാളുകൾ എണ്ണുകയാണ് നമ്മൾ. ഓരോ മണ്ഡലത്തിലും 2021 ജനവിധി എന്തായിരുന്നു? അതിനുശേഷം ലോക്സഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ എന്ത് ദിശാമാറ്റം സംഭവിച്ചു? ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള മനസ്സ് എങ്ങനെ ചിന്തിക്കും? ഇത് ഇഴകീരി പരിശോധിക്കുകയാണ് ഇവിടെ ഇലക്ഷൻ ഹെറാൾഡിൽ. 140 മണ്ഡലങ്ങളിലൂടെയുമുള്ള യാത്രയിൽ മുതിർന്ന മാധ്യമ പ്രവർത്തകരായ ആർ സുഭാഷ്, TJ ശ്രീലാൽ എന്നിവർ നമ്മോടൊപ്പം അതിഥികളായുണ്ട്. ഇരുവർക്കും സ്വാഗതം. ഒപ്പം എല്ലാ പ്രേക്ഷകർക്കും ഇലക്ഷൻ ഹെറാൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഇലക്ഷൻ ഹെറാൾഡ് പരിശോധിക്കുന്നത് കൊല്ലം ജില്ലയിലെ മണ്ഡലങ്ങളാണ്. കൊല്ലം ജില്ലയുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ തീരദേശം മുതൽ മലയോര വനമേഖല വരെ ഉൾപ്പെടുന്ന ജില്ലയാണ്. 11 മണ്ഡലങ്ങളുണ്ടെങ്കിലും ഇവയെല്ലാം 3 ലോക്സഭാ മണ്ഡലങ്ങൾക്ക് കീഴിലാണ് എന്നുള്ള പ്രത്യേകതയുണ്ട്. ഇലക്ഷൻ ഹെറാൾഡിൽ ഇന്ന് ആദ്യം പരിശോധിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മണ്ഡലമാണ്. മറ്റേതുമല്ല, അത് കൊട്ടാരക്കര മണ്ഡലം. കൊട്ടാരക്കര മണ്ഡലമായാൽ അയൽ ജില്ലയായിട്ടുള്ള, അതായത് ആലപ്പുഴയിലെ മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്നതാണ് കൊട്ടാരക്കര. കൊട്ടാരക്കരയ്ക്ക് പുറമെ പത്തനാപുരം, ചവറ, കൊല്ലം, ഇരവിപുരം മണ്ഡലങ്ങളിലൂടെയും ഇന്ന് നമ്മൾ വിശദമായി കടന്നു പോകും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിഥികളായിട്ടുള്ള മുതിർന്ന മാധ്യമ പ്രവർത്തകരായിട്ടുള്ള ആർ സുഭാഷ്, TJ ശ്രീലാൽ എന്നിവർ നമുക്കൊപ്പം ഇവിടെ ചേരും. എല്ലാവർക്കും സ്വാഗതം ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ആ മണ്ഡലങ്ങളുടെ വിശദമായ വിവരങ്ങളിലേക്ക് കടക്കാം. ഇരുവർക്കും സ്വാഗതം. നമുക്ക് വോളിൽ നിന്ന് ഇരുവരെയും കാണാവുന്നതാണ്. ഇനി നമ്മൾക്ക് കൊട്ടാരക്കര മണ്ഡലത്തിലേക്ക് വിശദമായി കടക്കുമ്പോൾ, അതായത് കേരള കോൺഗ്രസിന്റെ തട്ടകങ്ങളിൽ ഒന്നാണ് ഈ മണ്ഡലം. പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് B ആർ ബാലകൃഷ്ണപിള്ളയെ 7 തവണ വിജയിപ്പിച്ച മണ്ഡലമാണ്. എന്നാൽ ഇടതിന് വേരോട്ടമുണ്ട്. ഇവിടെ C അച്യുത മേനോൻ അടക്കമുള്ള കൊട്ടാരക്കരയിൽ നിന്ന് വിജയിച്ചിട്ടുണ്ട്. 2006 മുതൽ CPM-ന്റെ പ്രതിനിധികളായാണ് കൊട്ടാരക്കര നിയമസഭയിലേക്ക് കൊട്ടാരക്കര നിയമസഭയിലേക്ക് അയച്ചിട്ടുള്ളത്. അതിനെ വിശദമായി പരിശോധിക്കുമ്പോൾ നിലവിൽ ധനമന്ത്രി KN ബാലഗോപാലാണ് കൊട്ടാരക്കര MLA ആയിട്ടുള്ളത്. നമുക്ക് ആ കാർഡിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലാകും. 2021 അതായത് 2021 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ KN ബാലഗോപാലിന് ലഭിച്ചത് 68,770 വോട്ടുകളായിരുന്നു. അതായത് 45.66% വോട്ടുകളാണ് നേടാനായത് CPM-ന്റെ KN ബാലഗോപാൽ. ആർ രശ്മിക്കായിരുന്നു രണ്ടാമതായിട്ടുണ്ടായിരുന്നത്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് അന്ന് ലഭിച്ചത് 57,956 വോട്ടുകൾ, 38.48% അത്. വൈക്കൽ സോമനായിരുന്നു BJP-യുടെ സ്ഥാനാർത്ഥിയായിട്ട് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന് ലഭിച്ചത് 21,223 വോട്ടുകൾ, അതായത് 14.09%. ഇവിടെ ഭൂരിപക്ഷമായിട്ട് ലഭിച്ചത് 10,814 വോട്ടുകളുടേതാണ്. ഇനി മറ്റ് കാര്യങ്ങളിലേക്കും കൂടി സജീവമായിട്ട് വരികയാണെങ്കിൽ, ആർ ബാലകൃഷ്ണപിള്ളയെ പരാജയപ്പെടുത്തി 3 തവണ മണ്ഡലം നിലനിർത്തിയ ഐഷ പോറ്റി CPM വിട്ട് കോൺഗ്രസിൽ ചേർന്നതോടെയാണ് കൊട്ടാരക്കരയെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമായത്. ഐഷ പോറ്റി അവസാനമായി മത്സരിച്ച 2016 വോട്ട് നിലയാണ് ഇനി നോക്കാൻ പോകുന്നത്. അത് വിശദമായി തന്നെ നമുക്ക് അവളിലൂടെ മനസ്സിലാക്കാനാവുന്നതാണ്. ഐഷ പോറ്റിക്ക് CPM-ൽ നിന്ന് അന്ന് 83,443 വോട്ടുകളാണ് ലഭിച്ചത്, 55.7% വോട്ടുകൾ. സവിൻ സത്യനായിരുന്നു അന്ന് 2ാം സ്ഥാനം ഉണ്ടായിരുന്നത്. 40,811 വോട്ടുകളോടെ 27.3% വോട്ടുകളാണ് നേടിയത്. രാജേശ്വരി രാജേന്ദ്രനായിരുന്നു BJP-യിൽ നിന്ന് മത്സരിച്ചത്. 24,062 വോട്ടുകൾ, അതായത് 16.1% വോട്ട്. ഭൂരിപക്ഷമായിട്ട് ലഭിച്ചത് 42,632 വോട്ടുകൾ. അത് വമ്പിച്ച ഭൂരിപക്ഷമായിരുന്നു എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയണം. ആർ ബാലകൃഷ്ണപിള്ളയുടെ കേരള കോൺഗ്രസ് B ഏറെ നാൾ UDF-ന് ഒപ്പമായിരുന്നു. 2016 തെരഞ്ഞെടുപ്പിന് മുൻപാണ് LDF-ൽ എത്തിയത്. 2006 കൊട്ടാരക്കരയിൽ ആർ ബാലകൃഷ്ണപിള്ളയ്ക്ക് അടി തെറ്റി. അതാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. CPM-ന്റെ ഐഷ പോറ്റിയായിരുന്നു അന്ന് കരുത്തയായ ബാലകൃഷ്ണപിള്ളയെ അടിയറവ് പറയിപ്പിച്ചത്. ആ വർഷം തന്നെ ഇടമലയാർ വൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട അഴിമതി കേസിൽ ആർ ബാലകൃഷ്ണപിള്ള കുറ്റക്കാരനാണെന്ന് സുപ്രീം കോടതി വിധിക്കുകയുണ്ടായി. ആ ചരിത്രങ്ങൾ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഇതേ തുടർന്ന് 1 വർഷത്തോളം ആർ ബാലകൃഷ്ണപിള്ള ജയിൽ ശിക്ഷയും അനുഭവിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ആദ്യമായാണ് അഴിമതി വിരുദ്ധ നിയമപ്രകാരം ഒരു ജനപ്രതിനിധി ജയിൽ ശിക്ഷ അനുഭവിക്കുന്നത്. ഇതിനുശേഷം UDF-ൽ നിന്ന് അകന്ന ബാലകൃഷ്ണപിള്ള LDF-നൊപ്പം ചേരുകയായിരുന്നു. ഇതാണ് അതിന്റെ ഒരു ചരിത്രമായി വരുന്നത്. ഇനി ലോക്സഭയിലേക്ക് വന്നാൽ മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിന് കീഴിലാണ് കൊട്ടാരക്കര വരുന്നത്. കഴിഞ്ഞ തവണ കൊടിക്കുന്നിൽ സുരേഷാണ് മാവേലിക്കര MP. നമുക്ക് ഇനി കൊട്ടാരക്കരയിലെ ലോക്സഭാ മണ്ഡലത്തിലെ ഓരോ
കണക്കുകളും ഇഴകീറി പരിശോധിക്കുമ്പോൾ എത്ര വോട്ടുകൾ ലഭിച്ചുവെന്ന് നോക്കാം. അതിൽ അരുൺകുമാർ അരുൺകുമാറാണ് CPM-ന്റെ സ്ഥാനാർത്ഥിയായിരുന്നത്. 56,929 വോട്ടുകൾ നേടി. 42.02% കൊടിക്കുന്നിൽ സുരേഷിന് രണ്ടാം സ്ഥാനമായിരുന്നു. 53,526 വോട്ടുകൾ, അതായത് 39.51%. ബൈജു കലാശാലയാണ് അവിടെ BDJSന്റെ സ്ഥാനാർത്ഥിയായിരുന്നു മൂന്നാം സ്ഥാനത്ത് വന്നത്. 20,999 വോട്ടുകളായിരുന്നു, 15.5%. അവിടെ ലീഡായിട്ടുണ്ടായിരുന്നത് 3,403 വോട്ടുകളുടേതാണ്. ഇനി കൊട്ടാരക്കര മണ്ഡലത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് വന്നാൽ കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിക്ക് പുറമെ ഏഴുകോൺ, കരീപ്ര, കുളക്കട, മൈലം, നെടുവത്തൂർ, ഉമ്മന്നൂർ, വെളിയം എന്നീ ഗ്രാമപഞ്ചായത്തുകൾ അടങ്ങുന്നതാണ് കൊട്ടാരക്കര മണ്ഡലം. അവിടേക്ക് വിശദമായി മനസ്സിലാക്കുമ്പോൾ കൊട്ടാരക്കര മുനിസിപ്പാലിറ്റി അത് LDFന്റെ പക്കലാണ്. അടുത്തതിലേക്ക് കക്ഷി നിലയിലേക്ക് വരികയാണെങ്കിൽ LDFന് 17, UDFന് 7, NDAക്ക് 5, അതേഴ്സിന് 1 ഉണ്ട്. 2020-ലും LDF ആയിരുന്നു. 2020-ലെ കക്ഷി നില കൂടെ പരിശോധിക്കുകയാണെങ്കിൽ LDFന് അവിടെ 16 ആയിരുന്നു, UDFന് 8 ആയിരുന്നു, BJPക്ക് 5 ആയിരുന്നു. ഇനി ഗ്രാമപഞ്ചായത്തുകളുടെ കാര്യം നമ്മൾ സൂചിപ്പിച്ചിരുന്നല്ലോ. അതിൽ ഗ്രാമപഞ്ചായത്തുകളിലേക്ക് വരുമ്പോൾ LDFന് 4 ഗ്രാമപഞ്ചായത്തുകളാണ് ഉള്ളത്. കരീപ്ര, കുളക്കട, മൈലം, വെളിയം എന്നിവയാണ് LDFന് ഉള്ളത്. UDFനാണെങ്കിൽ 2 ആണുള്ളത്, ഏഴുകോണും ഉമ്മന്നൂരുമാണുള്ളത്. NDAക്ക് അവിടെ 1 പഞ്ചായത്തുമുണ്ട്, അതായത് നെടുവത്തൂർ. ഇനി നമുക്ക് വിശദമായി ഇതിൻ്റെ ഒരു അവലോകനം മനസ്സിലാക്കുകയാണെങ്കിൽ അത് നമുക്ക് ഗസ്റ്റുകളായിട്ടുള്ള R സുഭാഷും TJ ശ്രീലാലും നമുക്ക് പറഞ്ഞു തരും. ആദ്യം R സുഭാഷിലേക്കാണ് പോകുന്നത്. സുഭാഷ്, നമ്മൾ മണ്ഡലത്തെ വിശദമായി പരിശോധിക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, ഐഷ പോറ്റി CPM സഹയാത്രിത്വം വിട്ട് കോൺഗ്രസിലേക്ക് വന്ന ആഴ്ചയാണിത്. അപ്പോൾ ഈ കൊട്ടാരക്കര മണ്ഡലത്തെ പരിശോധിക്കുമ്പോൾ ഐഷ പോറ്റി 2016-ൽ R ബാലകൃഷ്ണപിള്ളയെ അടി തെറ്റിച്ച് വീഴ്ത്തി, അതും 42,000 പരം വോട്ടുകൾ എന്ന് പറയുന്നൊരു മികച്ച ഭൂരിപക്ഷത്തോടു കൂടി വന്ന ചരിത്രം അവിടെയുണ്ട്. അവിടെ നിന്ന് ഐഷ പോറ്റി കോൺഗ്രസിലേക്ക് എത്തുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് അവിടെ CPM പ്രതീക്ഷിക്കുന്നത്? അല്ലെങ്കിൽ ഐഷ പോറ്റിയുടെ ആ ഒരു മാറ്റത്തിൽ അതിന് CPM-ൽ ഭയമുണ്ടോ? കാരണം അവർക്ക് വലിയ രീതിയിൽ വേരോട്ടമുള്ളൊരു സ്ഥലമാണ്. അവരെ വലിയ രീതിയിൽ അനുകൂലിക്കുന്ന ഒരുപാടധികം മനുഷ്യരുമുണ്ട്. പക്ഷെ വർഗവഞ്ചക എന്നുള്ള തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ വിശേഷിപ്പിക്കുകയിൽ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അവരെ ഭയക്കുന്നുണ്ടോ അവിടെ CPM? ഐഷ പോറ്റിയെ കുറിച്ച് ഭയമുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് CPIM-ന്റെ നേതാക്കന്മാരുടെ, അത് ഏറ്റവും താഴെത്തട്ടിലുള്ള മുതൽ മുകളിൽ വരെയുള്ള നേതാക്കന്മാരുടെ പ്രതികരണങ്ങൾ കാണുമ്പോൾ മനസ്സിലാവുന്നത്. കാരണം കൊല്ലം ഇത്തവണ വലിയ ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുത്തതാണ് CPIM-ന്. കൊല്ലം കോർപ്പറേഷൻ ചരിത്രത്തിൽ ആദ്യമായി നഷ്ടപ്പെട്ടു. അതേപോലെ തന്നെ കൊല്ലത്തെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ ഏതാണ്ട് UDFനും LDFനും ഒരേ പോലെയുള്ള സീറ്റുകളിലേക്ക് എത്തി. അതായത് നമ്മൾക്ക് കണ്ണൂരേക്കാൾ കൂടുതൽ ശക്തിയുള്ളൊരു പ്രദേശമായി, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ശക്തി കേന്ദ്രമായി അറിയപ്പെട്ടിരുന്ന കൊല്ലത്ത് ഇത്തവണത്തെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാണ് ലഭിച്ചത്. അതിനുശേഷം CPIM-ന് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരിച്ചടി തന്നെയാണ് ഐഷ പോറ്റിയുടെ കൂറുമാറൽ, അല്ലെങ്കിൽ അവരുടെ പാർട്ടി മാറൽ. ഐഷ പോറ്റി നമുക്കറിയാം, കൊട്ടാരക്കര എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ എല്ലാവരുടെയും മനസ്സിൽ ആദ്യമായിട്ട് വരിക R ബാലകൃഷ്ണപിള്ള തന്നെയാണ്. അവിടുത്തെ ഒരു മുടിചൂടാ മന്നൻ എന്ന മട്ടിൽ നമ്മൾ കണക്കാക്കുന്ന ഒരാളായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെ, അദ്ദേഹത്തിൻ്റെ എന്താണ് പറയുക, നേരത്തെ മുതലേയുള്ള ആ ഒരു വലിയ ജന്മകുടുംബത്തിലെ അംഗം എന്ന മട്ടിലൊക്കെയുള്ള ഒരു പ്രതാപത്തോടു കൂടി 7 തവണ അവിടെ നിന്ന് ജയിച്ച് കൊട്ടാരക്കരയിൽ ബാലകൃഷ്ണപിള്ള വിചാരിക്കാതെ ഒരു ഈച്ചി അനങ്ങില്ല എന്ന ചിന്തയിൽ നിന്നൊക്കെ ഉണ്ടായിരുന്ന ഒരു അതികായനെ പരാജയപ്പെടുത്തിക്കൊണ്ട് വളരെ ജനപ്രീതിയോടുകൂടി മുന്നോട്ട് വന്ന ഒരാളാണ് ഐഷ പോറ്റി. അന്ന് അദ്ദേഹത്തെ പരാജയപ്പെടുത്തുന്നത് 12,000 വോട്ടിനാണ്. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ, അതായത് അവർ 3 തവണ വിജയിച്ചു. ആദ്യം 12,000, പിന്നെ 20,000, പിന്നെ 42,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വന്ന ഒരാളാണ്. അത്തരമൊരാൾ എതിരാളിയായി വരുമ്പോൾ സ്വാഭാവികമായും CPM-ന് ഭയമുണ്ടാവും എന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ എന്ന് കരുതി CPIM-ന് അവിടെ ഏതെങ്കിലും തരത്തിൽ പരാജയം ഉണ്ടാകുമെന്ന മട്ടിലേക്ക് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല. പക്ഷേ എന്തായാലും ഈ ഒരു തെരഞ്ഞെടുപ്പിലെ ഏറ്റവും കൗതുകമുള്ള മത്സരങ്ങളിലൊന്നായി മാറാൻ കൊട്ടാരക്കര പോവുകയാണ്. അവിടെ ധനമന്ത്രി ബാലഗോപാലാണ് LDFന്റെ സ്ഥാനാർത്ഥിയായി ജയിച്ചത്. അദ്ദേഹം തന്നെയായിരിക്കും ഇപ്രാവശ്യവും ജയിക്കുക. അത് വളരെ ബുദ്ധിമുട്ടില്ലാത്ത ഒരു തരത്തിൽ അദ്ദേഹം ജയിച്ചു പോകും എന്ന് കാണുമ്പോഴാണ്, അഥവാ
കൃത്യമായ ഒരു തരത്തിൽ ഒരു എതിരാളി ബാലഗോപാലിന് നൽകാൻ ആളില്ലാതെ UDF വിഷമിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഐഷ പോറ്റിയെ അവർ കണ്ടെത്തുന്നതും വളരെ നാടകീയമായ രീതിയിൽ അവരെ അവതരിപ്പിക്കുകയും ചെയ്യുന്നത്. ഒരു ഇലക്ഷന് തൊട്ട് മുമ്പത്തെ ഒരു സ്ഥിതിയിൽ ഒരു മുന്നണിക്ക് മറ്റൊരു മുന്നണിക്ക് ഏൽപ്പിക്കാവുന്ന നല്ല ക്ഷതം ഏൽപ്പിച്ചുകൊണ്ട് തന്നെയാണ് UDF അത്തരമൊരു തെരഞ്ഞെടുപ്പ് നടത്തിയിരിക്കുന്നത്, ആ ഒരു മാറ്റം നടത്തിയിരിക്കുന്നത്. KN ബാലഗോപാലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വളരെ ആളുകളുമായി ബന്ധമുള്ള വളരെ ശക്തിയുള്ള ഒരു മണ്ഡലം തന്നെയാണ്. പ്രത്യേകിച്ച് അദ്ദേഹം മന്ത്രിയായ ഒരവസ്ഥ കൂടിയുണ്ട്, ധനമന്ത്രിയായിരുന്നു. അദ്ദേഹം അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായ തരത്തിൽ മണ്ഡലത്തെ പരിപോഷിപ്പിക്കുകയും ചെയ്തിരുന്നു. കൊട്ടാരക്കര ബജറ്റ് എന്ന് പോലും കൊട്ടാരക്കരക്കാർ വീമ്പ് പറഞ്ഞിരുന്ന തരത്തിലുള്ള ആനുകൂല്യങ്ങൾ കൊട്ടാരക്കരയ്ക്ക് നൽകിയിരുന്നു. വലിയ തരത്തിലുള്ള മൂലധന നിക്ഷേപം വരുന്ന നിരവധി സ്ഥാപനങ്ങൾ അദ്ദേഹം അവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ആ തരത്തിൽ വല്ലാത്ത തോതിൽ മണ്ഡലത്തെ പരിപോഷിപ്പിച്ചിരുന്ന ഒരാളായിരുന്നു KN ബാലഗോപാൽ. അതേപോലെ തന്നെ ഇപ്പോൾ അവിടുത്തെ ഒരു വോട്ടിൻ്റെ ഭൂരിപക്ഷം എടുത്താലും നമുക്ക് അറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFന് വലിയ ഭൂരിപക്ഷം കിട്ടിയ സ്ഥലമാണ്. മൊത്തത്തിൽ ഭൂരിപക്ഷം കിട്ടിയപ്പോഴും ഇവിടെ 2750 വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതേപോലെ തന്നെ ഇവിടെ വരുന്ന കൊട്ടാരക്കര മുനിസിപ്പാലിറ്റി LDF ആണ് നല്ല ഭൂരിപക്ഷത്തോടു കൂടി ഭരിക്കുന്നത്. അവിടെയുള്ള പഞ്ചായത്തുകളിൽ 7-ൽ 4 LDF ആണ്. ആ തരത്തിൽ വളരെ ശക്തമായ അടിത്തറ ഉള്ളതുകൊണ്ട് തന്നെ ആ രീതിയിൽ കഴിഞ്ഞ തവണ 10,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് ബാലഗോപാൽ ജയിച്ചത്. CPIMന് വളരെ ശക്തിയുള്ള ഒരു മണ്ഡലം തന്നെയാണിത്. പക്ഷേ എങ്കിൽ പോലും ഈസി വാക്ക് ഓവർ ഇത്തവണ ഇല്ല എന്ന കാര്യം ഉറപ്പായിരിക്കുകയാണ്. ഐഷ പോറ്റി ഏത് തരത്തിൽ എത്രത്തോളം വോട്ട് പിടിക്കുമെന്നതിനെ അനുസരിച്ചിരിക്കും കൊട്ടാരക്കരയുടെ ഭാവി. ശരി, അങ്ങനെ ഒരു വിലയിരുത്തൽ വരുമ്പോൾ ഇപ്പോൾ ശ്രീലാലിലേക്ക് കൂടി വരുമ്പോൾ, ശ്രീലാല, ഈ നിരന്തരമായിട്ടുള്ള പ്രസ്താവനകൾ ഉണ്ടാകുന്നുണ്ടല്ലോ, വിസ്മയം തീർക്കും UDF എന്ന തരത്തിൽ നിരന്തരമായ പ്രസ്താവനകൾ ഉണ്ടാകുന്നുണ്ട്. ഈ കൊട്ടാരക്കരയിലെ സവിശേഷമായ സാഹചര്യത്തിൽ അവിടെ എത്രത്തോളം വിസ്മയം തീർക്കാൻ UDFന് കഴിയും എന്നുള്ളത്, ഈ സമയത്തിനോടകം തന്നെ ഈ ഐഷ പോറ്റിയുടെ ഒരു വലിയ സ്വാധീന മണ്ഡലമുണ്ടല്ലോ, ആ സ്വാധീന മണ്ഡലത്തെ UDF പാളയത്തിലേക്ക് എത്തിക്കാൻ ഇതിനോടകം UDFന് കഴിഞ്ഞിട്ടുണ്ടോ, അതോ കേവലം ഈ പ്രസ്താവനകളിൽ മാത്രം ഒതുങ്ങുന്നതേ ഉള്ളൂ കാര്യങ്ങൾ കൊട്ടാരക്കരയിൽ? സംഗീതം നോക്കൂ, ഐഷ പോറ്റിയെ കൊണ്ടുവന്നതിലൂടെ ഒരു വിസ്മയം UDFന് നൽകാൻ സാധിച്ചു എന്നുള്ള സംശയമില്ല. കാരണം ഐഷ പോറ്റി കഴിഞ്ഞ കുറച്ച് നാളുകളായി പാർട്ടിയിൽ സജീവമല്ല, CPMൽ സജീവമല്ല എങ്കിലും അവരെ കൊണ്ടുവരാൻ, അവരെ UDFൽ എത്തിക്കാനും കോൺഗ്രസിൽ എത്തിക്കാനും അത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് തന്നെ കോൺഗ്രസ് എത്തിക്കാൻ കഴിഞ്ഞത് ഒരു വിസ്മയമായി തന്നെ തുടരുന്നു. പക്ഷേ ആ വിസ്മയം തിരഞ്ഞെടുപ്പിൽ ജയത്തിലേക്ക് എത്തിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലെനിക്ക് സംശയമുണ്ടെന്ന് ഞാൻ പറയൂ. കാരണം അതിന് പ്രധാനമായി പറയാനുള്ള കാരണമുള്ളത്, കഴിഞ്ഞ 15 വർഷം, അതിന് 20 വർഷമായി കൊട്ടാരക്കരയിലെ കോൺഗ്രസ് പ്രവർത്തകർ ഐഷ പോറ്റിക്കെതിരെയും CPMനെതിരെയും മുദ്രാവാക്യവും സമരവും നടത്തി നിലനിന്ന ഒരു ആൾക്കാരാണ്. അവരുടെ ഇടയിലേക്കാണ് വളരെ പെട്ടെന്ന് ആ ഐഷ പോറ്റി തന്നെ ഒരു സ്ഥാനാർത്ഥിയായി അവതരിക്കാൻ പോകുന്നത്. എത്രത്തോളം കോൺഗ്രസ്സിന് ഇത് സ്വീകാര്യമാകും എന്നുള്ളത് ഒരു ചോദ്യം. അതോടൊപ്പം തന്നെ കോൺഗ്രസ്സുകാർക്ക് ഇനി സ്വീകാര്യമായാലും അതെങ്ങനെ വോട്ടിലേക്ക് മാറും എന്നുള്ളത്. കാരണം ഐഷ പോറ്റി നല്ല സ്ഥാനാർത്ഥിയാണ്, ഐഷ പോറ്റി നല്ല സൗമ്യമായി സംസാരിക്കുന്ന വ്യക്തിയാണ്. ഐഷ പോറ്റിയോട് അങ്ങനെ എതിരഭിപ്രായം ഉണ്ടാകാനുള്ള സാധ്യതകൾ കുറവാണ്. പക്ഷേ ഐഷ പോറ്റി ഇക്കാലം അത്രയും കഴിഞ്ഞ 1 വർഷമോ 2 വർഷമോ മാത്രമാണ് ഐഷ പോറ്റി ഒരല്പം സജീവ രാഷ്ട്രീയത്തിൽ നിന്നും ഒരല്പം മാറി നിന്നിട്ടുള്ളത്. ബാക്കി മുഴുവൻ സമയവും ഐഷ പോറ്റി അവിടെ വലിയ സജീവമായി CPMൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായി അവിടെ നിലകൊണ്ട ഒരു നേതാവാണ്. ആ നേതാവിനെതിരെയാണ് ഇക്കാലം അത്രയും 15 വർഷം MLA ആയിരിക്കുമ്പോൾ, അതിനു മുമ്പ് ജില്ലാ പഞ്ചായത്തിലുള്ളപ്പോഴൊക്കെ അവർക്കെതിരെ വലിയ തോതിലുള്ള പ്രക്ഷോഭങ്ങളും സമരങ്ങളും നയിച്ച കോൺഗ്രസ് പ്രവർത്തകരോടാണ് ഇനിയിപ്പോൾ അവർക്ക് വേണ്ടി വോട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നത്. അത് എത്രത്തോളം സ്വീകാര്യമാകും എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത്, ഈ തെരഞ്ഞെടുപ്പിൽ ഇത് ധനമന്ത്രി മത്സരിക്കുന്ന ഒരു മണ്ഡലം എന്ന നിലയ്ക്ക് മാത്രം ചുരുങ്ങിപ്പോകേണ്ട, അല്ലെങ്കിൽ അങ്ങനെ മാത്രം ശ്രദ്ധ നേടേണ്ടുന്ന ഒരു തെരഞ്ഞെടുപ്പിലേക്ക് ഐഷ പോറ്റി കൂടി വരുന്നതോടെ ഈ തെരഞ്ഞെടുപ്പ് വളരെ രാഷ്ട്രീയ കൗതുകവും രാഷ്ട്രീയമായി വളരെ ആൾക്കാർ കാത്തിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി മാറുന്നതിന് സംശയമില്ല. പക്ഷേ ഈ പറയുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം നോക്കുകയാണെങ്കിലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലം പ്രതികരിച്ച രീതി നോക്കുകയാണെങ്കിലും അവിടെ ഇപ്പോഴും CPMന് കടുത്ത വലിയ തോതിലുള്ള സ്വാധീനമുണ്ട്. യാതൊരു വിധത്തിലുള്ള തട്ടുകേട് സംഭവിക്കാത്ത മണ്ഡലങ്ങളിൽ ഒന്നാണ് കൊട്ടാരക്കര എന്ന് പറഞ്ഞ് തെറ്റുണ്ടാകില്ല. അവിടെ കഴിഞ്ഞ ഈ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും, കൊല്ലം ജില്ലയിൽ തന്നെ കോർപ്പറേഷനിൽ വലിയ തിരിച്ചടി ഉണ്ടാകുമ്പോഴും അവിടുത്തെ മുനിസിപ്പാലിറ്റികളിൽ കാര്യമായ ഒരു പ്രതിസന്ധിയും CPMന് ഇടതുമുന്നണിക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. 20-നേക്കാൾ ഒരു സീറ്റ്, ഒരു വാർഡ് അധികം കിട്ടിയിരിക്കുന്നു ഇത്തവണ മുനിസിപ്പാലിറ്റിയിൽ എന്നുള്ളത് വളരെ എടുത്തു പറയേണ്ട കാര്യം. അതോടൊപ്പം തന്നെ നേരത്തെ ശ്രീ സുഭാഷ് സൂചിപ്പിച്ചതുപോലെ ഗ്രാമപഞ്ചായത്തുകളുടെ കാര്യത്തിലും എല്ലാം വലിയ തിരിച്ചടി ഉണ്ടാകാതെ പിടിച്ചു നിൽക്കാൻ സാധിച്ചു. മുനിസിപ്പാലിറ്റിയിൽ കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ സാധിച്ചില്ല എന്നുള്ളതൊക്കെ നമ്മൾ കണക്കിലെടുക്കുമ്പോൾ തീർച്ചയായും ഐഷ പോറ്റിയുടെ
ഒരു ഇമേജ് കൊണ്ട് മാത്രം അവിടെ പിടിച്ചു കയറുക എളുപ്പമല്ല. കോൺഗ്രസ് പാർട്ടി ഒറ്റക്കെട്ടായി ഒന്നടങ്കം ആയിഷ പോറ്റിക്ക് പിന്നിൽ അണിനിരന്നാൽ മാത്രമേ അങ്ങനെ ഒരു വിസ്മയം സൃഷ്ടിക്കാനാകൂ. അതൊരു പക്ഷേ എത്രത്തോളം ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ആയിഷ പോറ്റി എത്രത്തോളം സ്വാധീനവും സ്വീകാര്യതയും കിട്ടും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. തീർച്ചയായും ശ്രീലാല, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വരികയാണ്. ഇരുവരും തുടരുക നമ്മോടൊപ്പം. ഇപ്പോൾ ഈ കൊല്ലത്തിന്റെ ഇലക്ഷൻ ഹെറാൾഡ് ചർച്ച ചെയ്യുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ബൈറ്റിലേക്കാണ് ഇടയ്ക്കൊന്ന് നമ്മൾ പോകുന്നത്. ഈഴവർ നിർണായക സ്വാധീന ശക്തിയാണ് കൊല്ലം ജില്ലയിൽ എന്നതുകൊണ്ട് ഇത് പ്രധാനവുമാണ് ഈ പറയുന്ന ബൈറ്റ്. പുതിയ സാമുദായിക സമവാക്യം പ്രഖ്യാപിക്കുകയാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. നായാടി മുതൽ നസ്രാണി വരെയുള്ളവരുടെ കൂട്ടായ്മ ഉണ്ടാക്കും. ക്രിസ്ത്യാനികൾ ജീവിക്കുന്നത് ഭയത്തോടെ. NSSുമായി ഇനി ഭിന്നതയില്ല. ചർച്ചയ്ക്ക് പെരുന്നയിൽ പോകാനും തയ്യാറെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞിരിക്കുന്നു. ആ വാക്കുകളിലേക്ക്. അതിന് സാധ്യതയെ പറ്റി ഒന്നും കുഞ്ഞ് ഞാൻ പറയുന്നില്ല. ഏതായാലും SNDP യോഗം ഇനി NSS നേതൃത്വമായിട്ട് ഒരു സമരസപ്പെടുത്തി പോകണം, അവരുമായിട്ട് ഒരു പിണക്കത്തിൽ പോകുന്നത് ഈ കാലഘട്ടത്തിന് അനിവാര്യമല്ല, യോജിച്ചു പോകണമെന്നാണ് അനിവാര്യമെന്നുള്ളൊരു ചിന്ത ഇന്ന് ഞങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. NSS മാത്രമല്ല, നായാടി തൊട്ട് നസ്രാണി വരെ ആയി. നസ്രാണികൾ ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ വിഷമത്തിലാണ്. അവർ പലരും പരസ്യമായി പറയുന്നില്ലെന്നേ ഉള്ളൂ. അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇന്ന് അനുഭവിക്കുന്നുണ്ട്. അവരിന്ന് ഭയന്ന് ജീവിക്കുകയാണ്. VD സതീശൻ ഈഴവ വിരോധിയാണ്. SNDPയിൽ ചില കുലംകുത്തികൾ ഉണ്ടെന്നും വെള്ളാപ്പള്ളി. ഒരു ഈഴവ വിരോധിയാണ് സതീശൻ. ഇപ്പോൾ മനസ്സിലായില്ല. ഈഴവനായ എന്നെ, ഒരു പിന്നോക്കക്കാരനായ ഒരു മുഖ്യമന്ത്രി ആ വണ്ടി കയറ്റിയപ്പോൾ സതീശന് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞാൽ ഒരു പിന്നോക്കക്കാരൻ അങ്ങനെ ഒരു വണ്ടി കയറാൻ പാടില്ല. മാത്രമല്ല വെള്ളാപ്പള്ളി നടേശൻ കയറാൻ പാടില്ല. അതായത് SNDP യോഗം ജനറൽ സെക്രട്ടറിന് ഒട്ടും കയറ്റാൻ പാടില്ല. വിവരങ്ങളുമായി അബ്ദുൾ റഹീം ചേരുകയാണ്. അബ്ദുൾ, ഇക്കാര്യത്തിൽ ഈ ഒടുവിൽ കേട്ട ആ പരാമർശം ഉൾപ്പെടെ പുതിയ സൂത്രവാക്യങ്ങളുമായി വെള്ളാപ്പള്ളി അങ്ങനെ വരികയാണ്. എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് വെള്ളാപ്പള്ളി? സംഗീത, പ്രധാനമായും അതായത് നേരത്തെ SNDP യോഗം ജനറൽ സെക്രട്ടറി പറഞ്ഞത്, അതായത് ഇനി NSSുമായി കലഹങ്ങളില്ല, NSSുമായി സമരസപ്പെട്ട് മുന്നോട്ട് പോകുമെന്നുള്ളതാണ്. അതിന് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സം ഇല്ല എന്നുള്ളതാണ്. നേരത്തെ നായാടി മുതൽ നമ്പൂതിരി വരെ എന്നുള്ളതായിരുന്നെങ്കിൽ ആ മുദ്രാവാക്യം മാറിയിരിക്കുന്നു. ഇനി നായാടി മുതൽ നസ്രാണി വരെ എന്നുള്ളതാണ്. നമുക്ക് ക്രൈസ്തവ സമൂഹം ഭയപ്പെട്ടാണ് ജീവിക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അക്കാര്യത്തിൽ അതായത് ഇനി NSSുമായി ഏതെങ്കിലും തരത്തിലുള്ളൊരു കലഹത്തിലേക്ക് പോകാൻ ഇല്ല എന്നുള്ളതാണ് പ്രധാനമായും പറയുന്നത്. ഇനി ആവശ്യമെങ്കിൽ പെരുന്നയിൽ പോയി കാണേണ്ടതാണ്. ആവശ്യമെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കടക്കും. അതിന് തനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സമില്ല. ഇനി NSSുമായി യോജിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം എന്നുള്ളതാണ് ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം. കൂടാതെ VD സതീശനെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള പ്രതികരണവും ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. സതീശൻ ഒരു ഈഴവ വിരോധിയാണ്. ഒരു ഈഴവ സമുദായക്കാരനായ മുഖ്യമന്ത്രിക്കൊപ്പം ഈഴവ സമുദായക്കാരനായ താൻ കയറിപ്പോയതാണ് VD സതീശന് പ്രശ്നം. അദ്ദേഹത്തിന് വട്ടാണ് എന്ന തരത്തിലുള്ള പ്രതികരണം കൂടി ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തു. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ, അതായത് ലീഗിനെ മുൻനിർത്തി മുന്നോട്ട് പോകാനാണ് സതീശൻ ശ്രമിക്കുന്നത്. UDF അധികാരത്തിൽ വരികയാണെങ്കിൽ സ്വാഭാവികമായും ഭരിക്കുക ലീഗ് ആയിരിക്കും. പിന്നിൽ നിൽക്കേണ്ട സാഹചര്യത്തിലേക്ക് കോൺഗ്രസ് പോകുമെന്ന തരത്തിലുള്ള പ്രതികരണവും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. ഏതായാലും VD സതീശനെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാഗത്തു നിന്നൊരു പ്രതികരണം വന്നത്. കൂടാതെ NSSുമായി സമരസപ്പെട്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലേക്ക് പോകുന്നു. 21-ാം തീയതി സംസ്ഥാന തലത്തിൽ തന്നെയുള്ള SNDP നേതാക്കളുടെ യോഗം വിളിച്ച് ആലപ്പുഴയിൽ ചേർക്കും. അതിനുശേഷം ആ കാര്യത്തിലൊരു വ്യക്തത ഉണ്ടാവുകയും ചെയ്യും. ഏതായാലും ഇനിയൊരു കലഹത്തിൽ, അതായത് NSSുമായി ഒരു കലഹത്തിലേക്കില്ല എന്നുള്ളത് തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഇനി നായാടി മുതൽ നസ്രാണി വരെ എന്നുള്ള മുദ്രാവാക്യവുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. സംഗീതം. ശരി റഹീം, എന്താണെങ്കിലും അങ്ങനെ പുതിയൊരു സമവാക്യമാണ് എന്താണെങ്കിലും ഇപ്പോൾ വെള്ളാപ്പള്ളി മുന്നോട്ടേക്ക് വെക്കുന്നത്. നമുക്ക് ഈ ഒരു രാഷ്ട്രീയ സാഹചര്യം നമുക്ക് നമ്മുടെ ഗസ്റ്റുകളായിട്ടുള്ള സുഭാഷിനോടും TJ ശ്രീലാലിനോടും കൂടി ചോദിക്കേണ്ടതുണ്ട്. ആദ്യം സുഭാഷിലേക്കാണ്. സുഭാഷ്, ഇപ്പോൾ നായാടി മുതൽ നസ്രാണി വരെ എന്നുള്ള പുതിയൊരു സമവാക്യത്തിലൂടെ വെള്ളാപ്പള്ളി കാര്യങ്ങളെ അവതരിപ്പിക്കുകയാണ്. അതിലൂടെ വ്യക്തമാക്കുന്ന ഒരു രാഷ്ട്രീയ പൊരുൾ അതെന്താണ്? വെള്ളാപ്പള്ളി നടേശൻ വളരെ കൃത്യമായ തരത്തിൽ, അദ്ദേഹത്തിൻ്റെ കൃത്യമായ തരത്തിൽ സാമുദായികമായ ധ്രുവീകരണത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായി. അദ്ദേഹം അത് വളരെ കൃത്യമായ തരത്തിൽ അവതരിപ്പിക്കുന്നുമുണ്ട്.
അതായത് നേരത്തെ നായാടി മുതൽ നമ്പൂതിരി വരെ എന്ന് പറഞ്ഞ് വിശാല ഹിന്ദു ഐക്യം പറഞ്ഞിരുന്ന ഒരാൾ ഇപ്പോൾ അതിൽ നിന്ന് മേൽത്തട്ട് കക്ഷികളെ, നമ്പൂതിരി കക്ഷികളെ ഒഴിവാക്കി അവിടേക്ക് നസ്രാണിമാരെ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഈ ഒരു സെലക്ഷൻ്റെ അകത്തു നിന്ന് തന്നെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, അദ്ദേഹം നേരത്തെ മുതൽ തന്നെ അദ്ദേഹം മാസങ്ങളായി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ലക്ഷ്യം, പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത് ഇവിടുത്തെ മുസ്ലിം സമുദായത്തെ തന്നെയാണ്. മുസ്ലിങ്ങളുടെ ഭരണമാണ് വരാൻ പോകുന്നത്, അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ആധിപത്യമാണ് വരാൻ പോകുന്നത്, അതിനെതിരെ നമ്മൾ അണിനിരക്കേണ്ടതുണ്ട് എന്ന മട്ടിലുള്ള ഒരു പരാമർശത്തിലേക്കാണ് ഇപ്പോൾ അദ്ദേഹം നസ്രാണി വിഭാഗത്തെ കൂടി ചേർത്ത് വെച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നേരത്തെ ഉണ്ടായിരുന്ന നമ്പൂതിരിമാരെ, മേൽത്തട്ടുകാരെ മാത്രം ഒഴിവാക്കി അതിലേക്ക് നസ്രാണിമാരെ കൂടി ഉൾപ്പെടുത്തുന്നു. അപ്പോഴും തീർച്ചയായും അദ്ദേഹം ലക്ഷ്യം വയ്ക്കുന്നത് തീർച്ചയായും ഈ മുസ്ലിം ജനവിഭാഗത്തെ തന്നെയാണ്. നേരത്തെ മുതൽ തന്നെ വി.ഡി. സതീശനും അദ്ദേഹവുമായിട്ടുള്ള സ്വരച്ചേർച്ചയില്ലായ്മ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിനെ ഒപ്പം ചേർക്കുന്നു എന്നുള്ളത് മുൻനിർത്തിക്കൊണ്ട് വി.ഡി. സതീശനെതിരെയും അദ്ദേഹം യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്തായാലും നമ്മുടെ ഒരു പൊതു ഇലക്ഷൻ വരാൻ പോകുന്നു. അവിടേക്ക് സാമുദായികമായ, രാഷ്ട്രീയത്തിനപ്പുറത്ത് സാമുദായികമായ ധ്രുവീകരണം വല്ലാത്ത തരത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ഒരു രാഷ്ട്രീയ നേതാക്കൾ, ഒരു പരിധിവരെ രാഷ്ട്രീയ നേതാക്കൾ മാറിയിരുന്നു. അതിനൊപ്പം തന്നെ ഇതേപോലെ വെള്ളാപ്പള്ളിയെ പോലെയുള്ള സാമുദായിക നേതാക്കന്മാരും വരുന്നു. ഈ ഒരു ഇലക്ഷൻ ഇതിനു മുമ്പ് കേരളത്തിലും സംഭവിച്ചിട്ടുള്ള സമീപകാലത്ത് ഉണ്ടായിട്ടുള്ള തെരഞ്ഞെടുപ്പുകളേക്കാൾ കൂടുതൽ സാമുദായിക കേന്ദ്രീകൃതമാകാൻ പോകുന്നു. അത് നമ്മുടെ ജനാധിപത്യത്തിനും നമ്മുടെ പൊതു ഇടങ്ങൾക്കും ആശാസ്യമായ ഒരു കാര്യമായിരിക്കില്ല എന്നതിൻ്റെ സൂചനയായിട്ട് കൂടി നമുക്ക് ഇതിനെ കാണേണ്ടതുണ്ട്. തീർച്ചയായും സുഭാഷ, അത് തന്നെയാണ് എനിക്കും പറയാൻ വന്നത്. ഞാനും ശ്രീലാലിലേക്ക് ചോദിക്കാൻ വന്നത് അത് തന്നെയാണ്. ഇത് എത്രത്തോളം ആശാസ്യകരമാണ്? ഇത്തരം പരാമർശങ്ങൾ മുമ്പെങ്കും കണ്ടിട്ടില്ലാത്ത വിധമുള്ള മാറ്റങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നുണ്ട്. അത് വലിയ രീതിയിൽ അതൊരു അനാരോഗ്യകരമായ സാഹചര്യത്തിലേക്ക് കേരളത്തെ കൊണ്ടെത്തിക്കില്ലേ ശ്രീലാൽ? വളരെ ശരിയായിട്ടുള്ള ഒരു നിഗമനം തന്നെയാണത്. അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഇവിടെ വളരെ രഹസ്യമായി, വളരെ ഗൂഢലക്ഷ്യത്തോടെ ചില കാര്യങ്ങൾ ഒളിപ്പിച്ചിട്ടുണ്ട് വെള്ളാപ്പള്ളി നടേശൻ ഇതിൻ്റെ അകത്തെന്നുള്ള ഒരു സംശയമില്ല. കാരണം വെള്ളാപ്പള്ളി നടേശൻ്റെ മുസ്ലിം വിരുദ്ധ പ്രസ്താവന അത് കാര്യമായി BJP കേന്ദ്രങ്ങൾ ഏറ്റുപിടിച്ചിരുന്നു എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. BJP സംസ്ഥാന അധ്യക്ഷനുമെല്ലാം എന്തുകൊണ്ട് വെള്ളാപ്പള്ളി പറയുന്നതിൽ എന്താണ് തെറ്റുള്ളത് ചില ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിരുന്നു. അവിടെയാണ് നേരത്തെ സുഭാഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ പറയുന്ന ബ്രാഹ്മണ വിഭാഗത്തെ ഒഴിവാക്കുകയും പകരം ക്രിസ്ത്യൻ വിഭാഗത്തെ കൂടെ പിടിക്കുകയും ചെയ്തിരിക്കുന്നത്. അതായത് താൻ പറഞ്ഞത് ഒരു BJPക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഒരുക്കലല്ല താൻ ഉദ്ദേശിച്ചതെന്നുള്ള ഒരു കാര്യം പറയാനാണ് അദ്ദേഹം ഇപ്പോൾ ക്രിസ്ത്യൻ വിഭാഗത്തെ കൂടി ഇതിനകത്ത് കൊണ്ടുവന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ മുസ്ലിം വിരുദ്ധ പ്രസ്താവനയുടെ പേരിൽ അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ അദ്ദേഹം കൂടെ നിർത്താൻ കുറച്ച് പേര് അദ്ദേഹത്തിന് കൂടെ നിർത്താനുള്ള ശ്രമം കൂടി നടത്തുന്നു എന്നുള്ളതാണ്. ഒരു മുന്നണി, ഇതിനെതിരെ ഒരു മുന്നണി ഉണ്ടാക്കി ഇതിനെ നേരിടുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി വെള്ളാപ്പള്ളി നടേശനുണ്ട്. അതായത് ഈ പറയുന്ന പിന്നാക്ക വിഭാഗങ്ങളെല്ലാം, ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ മുസ്ലിം ഒഴിച്ചുള്ള ക്രിസ്ത്യാനികൾ അടക്കമുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾ, ഇവർക്കെല്ലാം വേണ്ടിയിട്ടാണ് താൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ മുസ്ലിം വിരുദ്ധതയുടെ പേരിൽ തന്നെ ആക്രമിക്കുന്നവർക്ക് മറുപടി പറയുക ഇവർ കൂടിയാകും എന്നുള്ള ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. ഇത് എത്രത്തോളം സ്വീകാര്യമാകും NSSന്, അല്ലെങ്കിൽ ഇത് എത്രത്തോളം ഈ കൈകോർക്കലെല്ലാം എന്ന് നിലവിൽ വരും എന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിൽ കണ്ടറിയാൻ പോകുന്ന കാര്യം. അത് യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന കൊല്ലം ജില്ലയിൽ വളരെ സ്വാധീനമുണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ഘടകമായി വരും. കാരണം അവിടെ നായർ ഈഴവ കൂട്ടുകെട്ട് വലിയ വിഭാഗം പല മണ്ഡലങ്ങളിലും നിർണായക സ്വാധീനമായ ശക്തിയാണ് കൊല്ലം ജില്ലയിൽ ഈ പറയുന്ന ഈഴവ നായർ വിഭാഗം. അതോടൊപ്പം തന്നെ ക്രിസ്ത്യാനി കൂടി അതിലേക്ക് വരുമ്പോൾ അതൊരു ഫോർമിഡബിൾ ഫോഴ്സ് എന്ന നിലയ്ക്ക് തന്നെ പല മണ്ഡലങ്ങളിലും വരികയും ചെയ്യും. അത് ഈ ഒരു ജില്ലയെ കണക്കാക്കിയല്ല അദ്ദേഹം ഇത് പറയുന്നത്. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ സ്വന്തം താല്പര്യം, അദ്ദേഹത്തിൻ്റെ സ്വന്തം നിലനിൽപ്പ്, അദ്ദേഹത്തിന് ഇനി ഇപ്പോൾ ഉണ്ടാക്കിയുള്ള ഡാമേജിൽ നിന്ന് എങ്ങനെ പുറത്തു വരാം എന്നുള്ള ഒരു കണ്ണിങ് എക്സ്പ്ലനേഷൻ, ഒരു കണ്ണിങ് വേ ഓഫ് കമ്മിങ് ഔട്ട് ഓഫ് ദി സിറ്റുവേഷൻ എന്ന് പറയുന്ന പോലെയാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതിന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന ഈ മണ്ഡലത്തിൽ വലിയ സ്വാധീനമുണ്ടാകുമെന്ന് കൂടി ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. തീർച്ചയായും അങ്ങനെ തന്നെ കാര്യങ്ങളെ വിലയിരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ പ്രസക്തിയോടുകൂടി തന്നെ നമ്മൾ ആ ബൈറ്റിലേക്ക് പോയതും. നമ്മൾ വീണ്ടും മണ്ഡലത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഇനി നമ്മൾ പോകുന്നത് പത്തനാപുരം മണ്ഡലത്തിലേക്കാണ്. കേരള കോൺഗ്രസിനും CPIക്കും ഒപ്പം നിന്നിട്ടുള്ള മണ്ഡലമാണ് പത്തനാപുരം. ആർ ബാലകൃഷ്ണപിള്ള ആദ്യമായി നിയമസഭയിലെത്തിയത് പത്തനാപുരത്ത് നിന്ന് മത്സരിച്ചാണ്. 1960 ആ മത്സരം. 2001 മുതൽ ആർ ബാലകൃഷ്ണപിള്ളയുടെ മകൻ KB ഗണേഷ് കുമാറാണ് പത്തനാപുരം MLA ആയിട്ടുള്ളത്. പത്തനാപുരത്തിന്റെ രാഷ്ട്രീയ ചിത്രത്തിലേക്ക് വരുമ്പോൾ അത് 2021 അസംബ്ലി തെരഞ്ഞെടുപ്പിലെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ KB ഗണേഷ് കുമാർ അത് LDFന്റെ ഭാഗമായിട്ട് നിന്നാണ് അവിടെ നിന്ന് ജയിച്ചത്. 2021 67,276 വോട്ടുകളാണ് നേടിയത്. അതായത് 49.5%
50.09% വോട്ടുകളാണ് നേടിയത്. രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്നത് UDFന്റെ സ്ഥാനാർത്ഥിയായിരുന്ന ജ്യോതികുമാർ ചാമക്കാലയാണ്. 52,940 വോട്ടുകളാണ് ജ്യോതികുമാറിന് ലഭിച്ചത്. 38.63% അടുത്തതായിട്ട് അത് മൂന്നാം സ്ഥാനത്ത് വന്നത് NDAയുടെ സ്ഥാനാർത്ഥി VS ജിതിൻ ദേവ് ആയിരുന്നു. 12,398 വോട്ടുകളായിരുന്നു ലഭിച്ചത്. കേവലം 9.05% വോട്ട് മാത്രമായിരുന്നു ലഭിച്ചത്. ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് 14,336 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് അവിടെ KB ഗണേഷ് കുമാറിന് നേടാൻ കഴിഞ്ഞത്. അടുത്തത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലാണ് പത്തനാപുരം മണ്ഡലം ഉൾപ്പെടുന്നത്. അവിടെ നിന്ന് കൊടിക്കുന്നിൽ സുരേഷിന് 50,601 വോട്ടുകൾ, അതായത് 42.07% വോട്ടുകളാണ് നേടാൻ കഴിഞ്ഞത്. CA അരുൺകുമാറിന് CPയുടെ സ്ഥാനാർത്ഥിയായിരുന്നു. 49,143 വോട്ടുകൾ നേടാൻ കഴിഞ്ഞു. 40.86% അത്. ഇനി ബൈജു കലാശാലയാണ് അവിടെ മൂന്നാം സ്ഥാനത്തുണ്ടായിരുന്നത്. BDJSന്റെ സ്ഥാനാർത്ഥി 17,261 വോട്ടുകൾ, 14.35% അവിടെ ലീഡ് 1,458 വോട്ടുകളുടേതായിരുന്നു. ഇനി 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ പത്തനാപുരത്തിന് കീഴിൽ 8 ഗ്രാമപഞ്ചായത്തുകളാണ് ഉള്ളത്. ഇതിൽ 6 ഗ്രാമപഞ്ചായത്തുകൾ UDF ഇത്തവണ LDFിൽ നിന്ന് പിടിച്ചെടുത്തിരിക്കുകയാണ് എന്നുള്ള പ്രത്യേകതയുണ്ട് അവിടെ. അതായത് UDFന് 6 ഉള്ളപ്പോൾ പത്തനാപുരം, പട്ടാഴി, വടക്കേക്കര, പിറവന്തൂർ, തലവൂർ, മേലില എന്നിവയാണ് UDFന് ലഭിച്ചവ. LDFന് ലഭിച്ചവ 2 അത് വിളക്കുടി, വെട്ടിക്കവല എന്നിവയാണ്. LDF അത് നിലനിർത്തുകയും ചെയ്ത മേഖലകൾ കൂടിയാണ്. ഇനി നമുക്ക് സമഗ്രമായി പത്തനാപുരത്തെ ഒന്ന് അവലോകനം ചെയ്യുമ്പോൾ സുഭാഷിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. സുഭാഷ്, ഈ മുന്നണി മാറി മാറി വന്ന് നിന്നപ്പോഴും 2001 മുതൽ KB ഗണേഷ് കുമാറിന് വലിയ രീതിയിൽ വിജയം കരസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടുള്ള മണ്ഡലമാണ് പത്തനാപുരം. അവിടെ ഇങ്ങനെ അജയ്യനായി നിലനിൽക്കുന്ന KB ഗണേഷ് കുമാറിനെ അങ്ങനെ പെട്ടെന്നൊന്നും വീഴ്ത്താൻ സാധിക്കില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരുപാടധികം ആരോപണങ്ങളടക്കം ഗണേഷ് കുമാറിന് വന്ന സാഹചര്യത്തിലും പത്തനാപുരം ഗണേഷ് കുമാറിനെ കൈവിട്ടിട്ടില്ല. അപ്പോൾ ഇത്തവണയും LDF പ്രതീക്ഷിക്കുന്ന സേഫ് പ്ലേസ് തന്നെയല്ലേ പത്തനാപുരം? തീർച്ചയായും ഇത്തവണയും LDFന് ഏതെങ്കിലും തരത്തിലുള്ള വലിയ വെല്ലുവിളികൾ പത്തനാപുരത്ത് നിന്നും ഉണ്ടാകുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നില്ല. നമുക്കറിയാം, പല പ്രമുഖ നേതാക്കന്മാരും അവരവരുടെ സ്വന്തം എന്ന മട്ടിൽ ചില മണ്ഡലങ്ങളെ ഒപ്പം കൊണ്ട് നടക്കാറുണ്ട്. KM മാണിയും അതേപോലെ തന്നെ ഉമ്മൻചാണ്ടിയും ആര്യാടൻ മുഹമ്മദ് അടക്കമുള്ള നേതാക്കന്മാർ വർഷങ്ങളോളം അവരുടെ കൈവശമായിരിക്കും ആ മണ്ഡലം. അതിനെ അവർ താലോലിച്ച് പോറ്റി വളർത്തും. അവിടെയുള്ള ജനങ്ങൾ അവരെ അതേപോലെ തന്നെ തിരിച്ച് സ്നേഹിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ ചലനങ്ങളോ അല്ലെങ്കിൽ രാഷ്ട്രീയ കൊടുങ്കാറ്റുകളോ ഏതെങ്കിലും തരത്തിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങളോ ഒന്നും ആ ഒരു അവരുടെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കാൻ ഇടയില്ലാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. ഇതേ അവസ്ഥയിൽ തന്നെയാണ് പത്തനാപുരത്തുമുള്ളത്. പത്തനാപുരത്ത് UDFന് 14,000-ൽ ചില്ലുവാനം വോട്ടിൻ്റെ ഭൂരിപക്ഷമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതേപോലെ തന്നെ കൂടുതൽ പഞ്ചായത്തുകൾ അവരുടേതാണ് എന്നൊക്കെ കരുതിയിരുന്നാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ KB ഗണേഷ് കുമാറിന് അനുകൂലമായി തന്നെയുള്ള വോട്ടുണ്ടാവും. അദ്ദേഹം ജയിക്കുകയും ചെയ്യും എന്നുള്ളതാണ് പൊതുവിശ്വാസം. ഇങ്ങനെ ഒരു വിശ്വാസമായിരുന്നു നേരത്തെ ബാലകൃഷ്ണൻ പിള്ളയ്ക്ക് കൊട്ടാരക്കരയുമായി ഉണ്ടായിരുന്നത്. അത് പിന്നീട് തകർന്നു വീണ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. എങ്കിൽ പോലും 2 മുന്നണികളിലുമായി 5 തവണയായി തുടർച്ചയായി ജയിക്കുന്ന ഒരു സീറ്റാണിപ്പോൾ പത്തനാപുരത്തേത്. അവിടെ KB ഗണേഷ് കുമാറിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വെല്ലുവിളി ഉണ്ട് എന്ന് നമുക്ക് ഇപ്പോൾ പറയാനാവില്ല. വളരെ കൃത്യമായ തരത്തിൽ അവിടെയുള്ള ജനങ്ങളുമായി വലിയ തോതിൽ ആത്മബന്ധം സ്ഥാപിച്ചിട്ടുള്ള ഒരു നേതാവാണ് ഗണേഷ് കുമാർ. അവിടെയുള്ള ഓരോരുത്തരെയും അദ്ദേഹത്തിന് കൃത്യമായി പേര് വിളിക്കാൻ ആവുന്ന തരത്തിലുള്ള വ്യക്തിബന്ധങ്ങളുണ്ട്. വളരെ കൃത്യമായി മണ്ഡലത്തെ പരിപോഷിപ്പിക്കുന്ന ഒരാൾ തന്നെയാണ്. അതേപോലെ തന്നെ ഒരു മന്ത്രി എന്ന നിലയിലും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് അതേത് മന്ത്രിസഭയിലായിരുന്നാലും അദ്ദേഹം വളരെ കാര്യക്ഷമതയുള്ളൊരു മന്ത്രിയാണ് എന്ന് പേര് കൽപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴും KSRTCയെ നയിച്ചുകൊണ്ട് അദ്ദേഹം ഈ മന്ത്രിസഭയിലെ ഏറ്റവും നല്ല മന്ത്രിമാരിൽ ഒരാളായി മാറിയിട്ടുണ്ട്. അത്തരം അനുകൂല ഘടകങ്ങൾ നിലനിൽക്കെ ഏതെങ്കിലും വലിയ തോതിലുള്ള അട്ടിമറിയിലൂടെ അല്ലാതെ UDFന് ആ മണ്ഡലം പിടിച്ചെടുക്കാനാവുന്ന ഒരു അവസ്ഥയിലല്ല ഇപ്പോൾ ഉള്ളത്. ശരി, ശ്രീലാലിലേക്ക് വരുമ്പോൾ ശ്രീലാൽ, ഈ
വ്യക്തിപ്രഭാവം എന്നുള്ളത് കഴിഞ്ഞ കാൽ നൂറ്റാണ്ടായിട്ട് അത് ഗണേഷ് കുമാറിനൊപ്പം തന്നെ നിന്നിട്ടുള്ളതാണ്. ഈ യു ഡി എഫിനോടൊരു ചായ്വുള്ള മണ്ഡലം കൂടിയായിരുന്നല്ലോ പത്തനാപുരം. പക്ഷേ ഈ വലിയ രീതിയിലുള്ള ഗണേഷ് കുമാറിനോടുള്ള ഒരു ചായ്വ് അത് പത്തനാപുരത്തെ ജനങ്ങളെ ഇങ്ങനെ നിലനിർത്തുമ്പോൾ പോലും ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാര്യങ്ങൾ മാറി വന്നിട്ടുണ്ട്. യു ഡി എഫിന് അവിടെ കൂടുതൽ പഞ്ചായത്തുകൾ ലഭിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ യു ഡി എഫിന് ഒരു പ്രാതിനിധ്യം കിട്ടിയിട്ടുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഘടകങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ട് തന്നെ എത്രത്തോളം ഒരു ഫൈറ്റ് ഉണ്ടാക്കാൻ കഴിയും യു ഡി എഫിന് അവിടെ? കഴിഞ്ഞ തവണത്തെ അതേ മത്സരത്തിൻ്റെ തനി ആവർത്തനമാകും ഇത്തവണ കൊട്ടാരക്കൽ നടക്കാൻ പോകുന്നത്. അതേ സ്ഥാനാർത്ഥികൾ തന്നെയാണ് മത്സരിക്കുന്നത്. ഒരാൾ MLA മന്ത്രിയുമായി, മറ്റേയാൾ തോറ്റു സ്ഥാനാർത്ഥിയുമായി എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ വലിയ വ്യത്യാസങ്ങളൊന്നും ഈ രണ്ട് മുന്നണിയുടെ കാര്യത്തിലും ഉണ്ടാകുന്നില്ല. അതേസമയത്ത് തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയത്തിൽ ഇത്തവണ മാറ്റമുണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം നേരത്തെ സംഗീത സൂചിപ്പിച്ചതുപോലെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവിടെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ UDF കഴിഞ്ഞു എന്നുള്ളത് UDF ക്യാമ്പിൽ വലിയ ആവേശം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പറയുന്ന ജ്യോതികുമാർ ചാമക്കാല എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥിയേക്ക് കുറച്ചുകൂടി സ്വീകാര്യത ഉണ്ടാക്കാൻ അത് വഴിവെച്ചിട്ടുമുണ്ട്. മറ്റൊരു കാര്യം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തോറ്റ ശേഷം അവിടെ ആ മണ്ഡലത്തിൽ വലിയ തോതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അവിടെ തന്നെ തങ്ങി നിന്ന് പ്രവർത്തനം നടത്തുകയും ചെയ്ത ഒരു വ്യക്തിയാണ് ജ്യോതികുമാർ ചാമക്കാല. അവിടുത്തെ കല്യാണങ്ങളിലും മരണ വീടുകളിലും അവിടുത്തെ മറ്റ് പ്രാദേശിക പ്രശ്നങ്ങളുമെല്ലാം വളരെ സജീവമായി ഇടപെട്ട് ആ മണ്ഡലത്തിലുള്ള ഒരാളായി അവിടെ തന്നെ തുടരുന്ന ഒരു വ്യക്തിയാണ്. സാധാരണ തോറ്റു കഴിഞ്ഞാൽ പിന്നീട് അടുത്ത തെരഞ്ഞെടുപ്പിലാണ് തിരിച്ചു വരുന്നതെന്ന് അങ്ങനെ ആയിരുന്നില്ല ജ്യോതികുമാർ ചാമക്കാല കഴിഞ്ഞ 5 വർഷമായി പ്രവർത്തിക്കുന്നത്. അതായത് ഈ തവണ അവിടെ ഒരു വലിയ സ്വാധീനം ഉണ്ടാക്കണം, ആ മണ്ഡലം പിടിക്കണം എന്നുള്ള ലക്ഷ്യത്തോടെ വാശിയോടെ അവിടെ ഇറങ്ങി നിന്നും പ്രവർത്തിച്ചൊരു വ്യക്തിയാണ്. അതും ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് അനുകൂലമായ ഒരു ഘടകമാണ് ഇത്തവണ. പക്ഷേ ഇതൊന്നും ജയിക്കാൻ പോകുന്ന ഘടകമാണ് എന്ന് ഞാൻ വിലയിരുത്തുന്നില്ല, പറയുന്നുമില്ല. അത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യം. അതോടൊപ്പം തന്നെ മറ്റ് മണ്ഡലങ്ങളിൽ ഇപ്പോൾ കോൺഗ്രസിനും BJPക്കും വലിയ സാധ്യത നൽകുന്ന ഒരു വിഷയമാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള. പക്ഷേ പത്തനാപുരത്ത് ആ ഒരു വിഷയം വലിയ തോതിലുള്ള സ്വാധീനമുണ്ടാക്കാനുള്ള സാധ്യത കാണുന്നില്ല. കാരണം അത് CPM മത്സരിക്കുന്ന മണ്ഡലങ്ങൾ ഉണ്ടാക്കുന്ന അത്രയും വലിയ സ്വാധീനം സാധാരണ CPMൻ്റെ ഘടകകക്ഷികൾ മത്സരിക്കുന്ന മണ്ഡലത്തിൽ ഉണ്ടാക്കാനുള്ള സാധ്യത കുറവാണ്. അതൊരു കാര്യം. രണ്ടാമത്, ഇവിടെ പ്രത്യേകിച്ച് ഗണേഷ് കുമാറിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ അദ്ദേഹം അമ്പലത്തിൽ പോവുകയും ആചാരങ്ങൾക്ക് ഒപ്പം നിൽക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്ന് വളരെ പരസ്യമായി തന്നെ പ്രഖ്യാപിക്കുകയും അതിൻ്റെ ചിഹ്നങ്ങളും ആടകളും ആഭരണങ്ങളും അണിഞ്ഞ് നടക്കുകയൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഹിന്ദു വിരുദ്ധ വികാരം ഈ ശബരിമല ഉപയോഗിച്ച് അവിടെ ഉണ്ടാക്കുക എളുപ്പമല്ല, പ്രയാസമാണ്. അത് അസാധ്യവുമാണ്. അത് ഒരു വലിയ പോസിറ്റീവ് ഘടകമായി ഗണേഷ് കുമാറിന് വരും. പക്ഷേ ഈ മലയോര പ്രദേശങ്ങളിൽ കോൺഗ്രസിന് പ്രത്യേകിച്ച് ഇപ്പോൾ കുറച്ച് സ്വാധീനം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ടതും. അത് കോൺഗ്രസ് ക്യാമ്പിന് ഗുണകരമാകും. ഇങ്ങനെ രണ്ടു കൂട്ടർക്കും വലിയ ഗുണവും ദോഷവുമുള്ള ഘടകങ്ങൾ ഈ മണ്ഡലത്തിലുണ്ട്. പക്ഷേ ഗണേഷ് കുമാറിൻ്റെ നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ ഗണേഷ് കുമാറിൻ്റെ അവിടുത്തെ സ്വാധീനം എന്ന് പറയുന്നത് ആ മണ്ഡലത്തിൻ്റെ മകൻ, മണ്ഡലത്തിലെ ചേട്ടൻ, സഹോദരൻ, സുഹൃത്ത്, ഇങ്ങനെയൊക്കെയുള്ള വലിയൊരു സ്വാധീനം ആ മണ്ഡലത്തിൽ ഗണേഷ് കുമാറിനുണ്ട്. ആ പ്രഭാവം കൂടി മറികടക്കാനുള്ള കരുത്ത് ജ്യോതികുമാർ ചാമക്കാലയ്ക്കുണ്ടോ എന്നുള്ളത് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. അത് നമ്മൾ തെരഞ്ഞെടുപ്പിൽ കണ്ടു തന്നെ അറിയണം. ആ ഒരു കണക്കിൽ ആ ഒരു സ്വാധീനമാണ് ഗണേഷ് കുമാറിനെ ഇപ്പോഴും അവിടെ നിലനിർത്തുന്നത്. നല്ല ഭരണകർത്താവ്, മന്ത്രി, ഏറ്റവും ഈ പറഞ്ഞ പോലെ ആദ്യ ടേമിലായിരുന്നു ഗണേഷ് കുമാർ മന്ത്രിയായിരുന്നെങ്കിൽ ഇപ്പോൾ ഗണേഷ് കുമാർ മന്ത്രിയല്ലാത്ത ഒരു MLA മാത്രമായി തെരഞ്ഞെടുപ്പിലേക്ക് പോകേണ്ടി വന്നു തന്നെ. അതും അദ്ദേഹത്തിന് ഗുണകരമായി ഭവിച്ചു. അങ്ങനെയുള്ള ഗുണകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഗണേഷ് കുമാറിന് അവിടെയുണ്ട്. എങ്കിൽ പോലും കഴിഞ്ഞ 5 വർഷമായി മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചതിൻ്റെ ഒരു ഗുണം ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് കിട്ടേണ്ടതാണ്. അത് കാത്തിരുന്ന് കാണേണ്ട കാര്യം. തീർച്ചയായും നോക്കാം. അത് ആ രീതിക്കാണ് പത്തനാപുരത്തെ കാര്യങ്ങൾ വിലയിരുത്തപ്പെടുമ്പോൾ. ഇനി നമ്മൾ പോകുന്നത് ചവറയിലേക്കാണ്. ചവറ മണ്ഡലം എന്ന് പറയുമ്പോൾ RSPയുടെ കോട്ടയാണ്, ബേബി ജോണിന്റെ തട്ടകമാണ്. മകൻ ഷിബു ബേബി ജോണിനെ 2 വട്ടം നിയമസഭയിൽ എത്തിച്ചതും ചവറ തന്നെയായിരുന്നു. ചവറയുടെ രാഷ്ട്രീയ ചരിത്രം പറയുക എളുപ്പമാണ്. മുൻ RSP നേതാവ് നാരായണപിള്ളയുടെ മകൻ N വിജയപിള്ളയാണ് RSPയുടെ ആധിപത്യം തകർത്ത് CPMന് ആദ്യ ജയം സമ്മാനിച്ചത്. മകൻ സുജിത്ത് വിജയൻ പിള്ള LDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിക്കുകയും ചെയ്തു. കേവലം 5 പേരുടെ പേരുകൾ മാത്രം ഓർത്താൽ മതി. മണ്ഡലത്തിന്റെ രാഷ്ട്രീയ ചരിത്രം നോക്കാം. 1977 മണ്ഡലം നിലവിൽ വരുന്നത്. ഇനി വിശദമായി 2021 പോകുമ്പോൾ അവിടെ സുജിത്ത് വിജയൻ പിള്ള LDFന്റെ സ്ഥാനാർത്ഥി ആയിട്ട് വിജയിച്ചയാൾ 63,282 വോട്ടുകൾ നേടി. 44.29% വോട്ടുകളാണ് LDFന്റെ സ്ഥാനാർത്ഥിക്ക് അന്ന് അവിടെ ലഭിച്ചത്. ഷിബു ബേബി ജോണിന് ലഭിച്ചത് RSPക്ക് വേരോട്ടമുള്ള സ്ഥലമാണ്. ലഭിച്ച വോട്ടുകൾ 62,186 വോട്ടുകളായിരുന്നു ലഭിച്ചത്. ഇനി അത് 43.52% ഷിബു ബേബി ജോണിന് ലഭിച്ചത്. ഇനി വിവേക് ഗോപൻ BJPയുടെ സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്ത് വന്നത്
14,211 വോട്ടുകൾ നേടിക്കൊണ്ടാണ് 9.95% എന്നുള്ളതായിരുന്നു. ഭൂരിപക്ഷമായിട്ട് വന്നത് 1096 വോട്ടുകളുടെ മാത്രം ഭൂരിപക്ഷമായിരുന്നു ഉണ്ടായിരുന്നത്. അത് നേരിയ ചെറിയൊരു ഭൂരിപക്ഷം എന്നുള്ളത് മാത്രമാണ്. 2025 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ NK പ്രേമചന്ദ്രൻ അവിടെ ലഭിച്ചത് 64,842 വോട്ടുകളാണ്, 52.04%. M മുകേഷിനാകട്ടെ 38,996 വോട്ടുകളായിരുന്നു, 31.3% വോട്ടുകളാണ് മുകേഷിന് അവിടെ ലഭിച്ചത്. G കൃഷ്ണകുമാർ ഉണ്ടാക്കിയ ഫൈറ്റായിരുന്നു മൂന്നാമത് നമ്മൾ കണ്ടത്. BJPയിൽ നിന്ന് 18,985 വോട്ടുകളാണ് ലഭിച്ചത്, 15.23%. ലീഡ് വന്നത് 25,846 വോട്ടുകളുടേതായിരുന്നു. ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അവിടെ കോർപ്പറേഷൻ വാർഡുകൾ അത് 7 എണ്ണമാണ് ഉള്ളത്. UDFന് അവിടെ 4 എണ്ണം, LDFന് 1 എണ്ണം, NDAക്ക് 2 എണ്ണം എന്നുള്ള നിലയിലാണ്. UDF ജയിച്ച കോർപ്പറേഷൻ വാർഡുകൾ പറഞ്ഞു വരികയാണെങ്കിൽ അത് ശക്തികുളങ്ങര ഹാർബർ, മീനത്തുചേരി, കാവനാട്, കൈകുളങ്ങര LDF ജയിച്ച വാർഡുകളാണ്. ഇനി ജയിച്ച വാർഡുകളിലേക്ക് വരുമ്പോൾ വള്ളിക്കീഴ്, NDA ജയിച്ച വാർഡുകളിലേക്ക് വരുമ്പോൾ അത് ശക്തികുളങ്ങര, കച്ചേരി എന്നിവയാണ് വരുന്നവ. ഇനി ഗ്രാമപഞ്ചായത്തുകളുടെ ഒരു നില പരിശോധിക്കുമ്പോൾ അവിടെ UDFന് 4 എന്നുള്ളതാണ്. അതായത് ചവറ, നീണ്ടകര എന്ന് പറയുമ്പോൾ അത് LDFിൽ നിന്ന് പിടിച്ചെടുത്തതാണ്. പന്മന, തേവലക്കര എന്നിവയാണ് അവിടെ UDFന് ലഭിച്ചിട്ടുള്ള പഞ്ചായത്തുകൾ. LDF എന്ന് പറയുമ്പോൾ 1 എണ്ണമാണ് ലഭിച്ചിരിക്കുന്നത്, തെക്കും ഭാഗമാണ്. അത് 2020 UDF ആയിരുന്നു അവിടെ അധികാരത്തിൽ ഉണ്ടായിരുന്നത്, അതിൽ നിന്ന് പിടിച്ചെടുത്തതാണ്. ഇതായിരുന്നു ഒരു ചവറയുടെ ഒരു പ്രത്യേക തരം സാഹചര്യം. നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിൽ കേവലം ചെറിയൊരു ഭൂരിപക്ഷത്തിൻ്റെ വ്യത്യാസത്തിൽ മാത്രമാണ് അവിടെ സീറ്റ് നഷ്ടപ്പെട്ടു പോയത് RSPക്ക് എന്നുള്ളത്. സുഭാഷിലേക്ക് വരുമ്പോൾ, സുഭാഷ്, ഈ ചവറ എപ്പോഴും ഒരു ചുവപ്പണിഞ്ഞ് തന്നെ നിൽക്കുന്ന സാഹചര്യമാണ് നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോഴുള്ളത്. പക്ഷേ കഴിഞ്ഞ തവണത്തേതിൽ ആ കോട്ടയ്ക്ക് വേണമെങ്കിൽ ഇളക്കം തട്ടാമായിരുന്നു. കേവലം 1000-ൽ പരം വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് അവിടെ ഷിബു ബേബി ജോണിന് 2ാം സ്ഥാനത്തേക്ക് പോകേണ്ടി വന്നത്. ഇത്തവണയും ഈ ഒരു ചരിത്രം ആവർത്തിക്കാനുള്ളൊരു സാധ്യതയുണ്ടോ? RSP ഇത് കൂടുതലായും കാര്യങ്ങളെ ഗൗരവപൂർണമായി കൊല്ലത്ത് മൊത്തത്തിൽ പരിഗണിക്കേണ്ട ഒരു സാഹചര്യമാണ്. കാരണം കഴിഞ്ഞ തവണ ഒരാൾ പോലും നിയമസഭയിലേക്ക് RSPയുടെ എത്തിയിട്ടില്ല. ഇത്ര വേരോട്ടമുള്ള ഒരു സ്ഥലത്ത് മുന്നണി മാറ്റത്തിന് ശേഷം അത്ര വലിയൊരു തിരിച്ചടി RSP നേരിട്ടതാണ്. അപ്പോൾ ഷിബു ബേബി ജോൺ തന്നെ അവിടെ വരികയും അതുപോലെ തന്നെ ഇപ്പോഴത്തെ MLA അവിടെ വീണ്ടും ആവർത്തിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്കാണോ ചവറ പോകുന്നത്? എങ്ങനെ വിലയിരുത്താൻ പറ്റും ചവറയെ? തീർച്ചയായും കൊല്ലത്ത് RSPക്ക് എന്താ വേരറ്റ് പോവുക എന്ന് പറയുന്നത് അചിന്ത്യമായ ഒരു പ്രക്രിയയാണ് RSPക്കാർ കണക്കാക്കുക. ഇത് ചവറ പോലെ ഒരു മണ്ഡലത്തിലാകുമ്പോൾ പ്രത്യേകിച്ച് 6 തവണ ബേബി ജോണും 2 തവണ അദ്ദേഹത്തിൻ്റെ മകൻ ഷിബു ബേബി ജോണും വിജയിച്ച ഒരു മണ്ഡലമാണ്. തുടർച്ചയായി 1977 മുതൽ 2016 വരെ RSPക്കാർ മാത്രം വിജയിച്ച ഒരു സ്ഥലത്ത് നിന്നാണ് ഷിബുവിനെ തോൽപ്പിച്ചുകൊണ്ട് N വിജയൻപിള്ള അന്ന് അട്ടിമറി വിജയം നേടിയത്. ആ ഒരു വിജയം ഏതാണ്ട് ഒരു 6000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടു കൂടിയായിരുന്നു അന്ന് അദ്ദേഹം വിജയിച്ചത്. അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ മകൻ സുജിത് വിജയൻപിള്ള മത്സരിക്കുന്നതും 1000-ൽ പരം വോട്ടിന് മാത്രം വിജയിക്കുന്നതും. ഇവിടെ ഇത് വിജയൻപിള്ളയുടെ കുടുംബത്തിലും ഇതേപോലെ ഒരു RSP കണക്ഷനുണ്ട്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു RSPയുടെ നേതാവായിരുന്നു. ആ ഒരു സ്വീകാര്യതയും കാര്യങ്ങളും അവിടെ ആ ഒരു പ്രദേശത്ത് വിജയൻപിള്ളയുടെ കുടുംബത്തിനുണ്ട്. ഈ ഒരു വിജയത്തിന് അവിടെ ഒരു പ്രധാന കാരണം RSPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രോങ് ഹോൾഡായിട്ടുള്ളൊരു സ്ഥലത്ത് തന്നെ കഴിഞ്ഞ തവണ ഇതിന് തൊട്ട് മുമ്പത്തെ തവണ വിജയൻപിള്ള വിജയിച്ചതിൻ്റെ ഒരു കാരണവും ഈ വിജയൻപിള്ളയുടെ കുടുംബവുമായി ആ പ്രദേശത്തുള്ള ജനങ്ങൾക്കുള്ളൊരു ഹൃദയബന്ധമാണ്. കഴിഞ്ഞ തവണ ഡോക്ടർ സുജിത് വിജയൻപിള്ള വിജയിച്ചതും ആ ഒരു ബന്ധം കൊണ്ട് തന്നെയാണ്. ആ ഒരു കുടുംബം ആ ഒരു നാട്ടിലെ സാമൂഹ്യ രാഷ്ട്രീയമായ തുടങ്ങിയ എല്ലാ മേഖലയിലും ഇടപെടുന്ന ഒരു കുടുംബം തന്നെയാണ്. ഇത്തവണയും അവിടെ ഈ ഒരു കഴിഞ്ഞ തവണത്തെ മത്സരം തന്നെയായിരിക്കും അരങ്ങേറുക എന്നുള്ള കാര്യം ഉറപ്പാണ്. സുജിത് വിജയൻപിള്ളയും LDFും ഊന്നുന്നതും തീർച്ചയായും ഈ ഒരു കുടുംബ ബന്ധത്തെയും അതുമൂലം ഈ കുടുംബത്തിന് ഡോക്ടർ സുജിത്തിനുള്ള അവിടെയുള്ള സ്വാധീനത്തെ തന്നെയാവും. പക്ഷേ ഈ വളരെ ചെറിയ ഒരു ഭൂരിപക്ഷത്തിന് മാത്രമാണ് അദ്ദേഹം കഴിഞ്ഞ തവണ വിജയിച്ചത്. ലോക്സഭയിലേക്ക് ആവട്ടെ 27,000-ൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷം അവിടെ UDFനുണ്ട് താൻ.
തീർച്ചയായും ശ്രീലാലിലേക്ക് കൂടി വരുമ്പോൾ ശ്രീലാൽ, ഇവിടെ ഷിബു ബേബി ജോണിന്റെ ഒരു ഗ്രാഫ് പരിശോധിക്കുകയാണെങ്കിൽ 2001, 2011 വിജയം, 2006, 16 തോൽവി, ആ ഒരു രീതിയിലായിരുന്നു ഷിബു ബേബി ജോണിന്റെ ഒരു പെർഫോമൻസ് അവിടെ ചവറയിൽ ഉണ്ടായിരുന്നത്. ഇപ്പോഴും അനുകൂല ഘടകങ്ങൾ പലതുണ്ട് അവിടെ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോഴും ഈ ഒരു മത്സരം ഇപ്പോൾ കഴിഞ്ഞ തവണത്തേത് വെച്ച് നോക്കുമ്പോൾ ഒരുപാടധികം ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം അനുകൂല ഘടകങ്ങൾ പലതുണ്ടെങ്കിലും അത് ഏതൊക്കെ രീതിയിൽ RSPക്ക് പ്രായോഗിക തലത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും, അവിടെ ഒരു അട്ടിമറി വിജയത്തോടു കൂടി തന്നെ തിരിച്ചു വരാൻ RSPക്ക് UDF-ൽ നിന്നുകൊണ്ട് സാധിക്കും എന്നുള്ള പ്രതീക്ഷകൾ ഉണ്ടോ ഇത്തവണ? നോക്കൂ, ഈ വളരെ നിർണായകമായൊരു ഘട്ടത്തിലാണ് RSP എന്ന് പറയുന്ന പാർട്ടിയും ഷിബു ബേബി ജോൺ എന്ന് പറയുന്ന നേതാവും എത്തി നിൽക്കുന്നത്. ഇത്തവണ കൂടി ഷിബു ബേബി ജോൺ തോൽക്കുകയും RSP ഈ പറയുന്ന ഈ മണ്ഡലത്തിൽ ജയിക്കാതെ പോവുകയും ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്നത് RSP എന്ന പാർട്ടി അവസാനിക്കുന്നു. അതോടൊപ്പം തന്നെ ഷിബു ബേബി ജോൺ എന്നുള്ള നേതാവിൻ്റെ പാർട്ടിക്കുള്ളിലെ പിടുത്തവും അവസാനിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വാധീനവും അവസാനിക്കും എന്നുള്ളതാണ്. ബേബി ജോണിൻ്റെ ലെഗസി തന്നെ ഒരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ RSPയിലുള്ള ലെഗസി തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ ആശ്രയിച്ചിരിക്കും എന്നുള്ളതാണ്. കാരണം അത്രയ്ക്ക് അങ്ങനെ ഒരു തലത്തിലേക്ക് RSPയും വീഴും, ഒപ്പം തന്നെ ഷിബു ബേബി ജോണും വീഴും എന്നുള്ള ഘട്ടത്തിലാണ് എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഷിബു ബേബി ജോണ് കുറച്ചുകൂടി സേഫായി കൊല്ലത്തേക്ക് മാറി മത്സരിക്കണമെന്നൊരു ആവശ്യം, ഒരു നിർദ്ദേശം പാർട്ടിക്കുള്ളിൽ നിന്നും പല കോണുകളിൽ നിന്നും ഉണ്ടായതും. പക്ഷേ ഷിബു ബേബി ജോൺ ചവറ വിട്ട് ഒരു കളിക്കും താനില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അവിടെ തന്നെ മത്സരിക്കാൻ അദ്ദേഹം ഉറപ്പിച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഷിബു ബേബി ജോൺ ഇത്തവണ അവിടെ ജയിക്കേണ്ടത് ഏത് സാഹചര്യത്തിലായാലും അദ്ദേഹത്തിന് കാര്യങ്ങൾ കൊണ്ട് തന്നെ നിർണായകമാണ്. ജയിച്ചേ മതിയാകൂ എന്ന തലത്തിലാണ് ഷിബു ബേബി ജോണിൻ്റെ അവസ്ഥയുള്ളത്. പക്ഷേ അവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഈ പറയുന്ന സുജിത് വിജയൻ പിള്ള അത്ര നിസ്സാരക്കാരനായ ഒരു സ്ഥാനാർത്ഥിയല്ല. അദ്ദേഹം കഴിഞ്ഞ തവണ 1060 വോട്ടിനാണ് ജയിച്ചിട്ടുള്ളതെങ്കിൽ പോലും ആ കുടുംബത്തിന്, ആ മണ്ഡലത്തിലുള്ള സ്വാധീനം, ആ പ്രദേശത്തുള്ള സ്വാധീനം അത് വളരെ ആഴത്തിൽ പതിഞ്ഞൊരു സ്വാധീനമാണുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ സ്വാധീനത്തിൻ്റെ ഗുണഫലങ്ങൾ ഇത്തവണയും ലഭിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈഴവ, നായർ, ക്രിസ്ത്യൻ വോട്ടുകൾ വളരെ നിർണായകമാകുന്ന ഒരു മണ്ഡലം കൂടിയാണ് ഈ ചവറ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ശബരിമല വിഷയം എത്രത്തോളം ആഴത്തിൽ സ്വാധീനിക്കും, അതോടൊപ്പം തന്നെ പുതിയ സാമൂഹിക സാഹചര്യങ്ങൾ, ഇപ്പോൾ നമ്മൾ അല്പം മുമ്പ് കേട്ടതുപോലുള്ള പ്രസ്താവനകളും മറ്റും അതിനെ തുടർന്നുണ്ടാകും. ഇനി വരാൻ പോകുന്ന കൈകൊടുക്കലുകൾ, സഖ്യ രൂപീകരണങ്ങൾ അല്ലെങ്കിൽ ഒരുമിച്ച് നിൽക്കലെല്ലാം എത്രത്തോളം ഉണ്ടാകും എന്നുള്ള അതുണ്ടാക്കാൻ പോകുന്ന സാമൂഹിക സ്വാധീനവും ഈ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കുമെന്ന സംശയമില്ല. പക്ഷേ അവിടെയുള്ള നിർണായക ക്രിസ്ത്യൻ വോട്ടുകൾ എന്തായാലും അത് ഷിബു ബേബി ജോണൊപ്പം തന്നെ നിൽക്കുമെന്ന കാര്യത്തിൽ നമുക്ക് ഒരു ഭൂരിപക്ഷമെങ്കിലും ഷിബു ബേബി ജോണിന് കിട്ടുമെന്ന് നമുക്ക് അനുമാനിക്കാം. അതുകൊണ്ട് തന്നെ ഈ സാഹചര്യങ്ങളെ മറികടന്ന്, അതായത് ഈ പറയുന്ന ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിച്ചാൽ പോലും ഭൂരിപക്ഷ വോട്ടുകൾ എത്രത്തോളം ഷിബു ബേബി ജോണിന് ഏകീകരിക്കാൻ സാധിക്കും, അതോടൊപ്പം തന്നെ ഭൂരിപക്ഷ വോട്ടുകൾ ഏകീകരിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങൾ അവിടെ എത്രത്തോളം സ്വാധീനിക്കും എന്നുള്ളതെല്ലാം നിർണായകമാകുന്ന ഒരു മണ്ഡലമാണ് ഈ ചവറ എന്ന് പറയുന്നത്. അതിനെ ആശ്രയിച്ച് തന്നെയാണ് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് ഫലം ഉണ്ടാകാൻ പോകുന്നത്. പക്ഷേ ഷിബു ബേബി ജോണിന് ഇറ്റ്സ് എ ഡു ഓർ ഡൈ ഫൈറ്റ് ഫോർ ഷിബു ബേബി ജോൺ. അത് അദ്ദേഹത്തിന് അറിയുകയും ചെയ്യാം. അവിടെ അദ്ദേഹത്തിന് അവിടെ ആ ഒരു വിജയം കാണാൻ സാധിച്ചില്ല എങ്കിൽ പാർട്ടിക്കുള്ളിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പല നിലപാടുകളും തീരുമാനങ്ങളും അദ്ദേഹത്തിൻ്റെ സ്വാധീനവുമെല്ലാം ചോദ്യം ചെയ്യപ്പെടുമെന്ന സംശയമില്ല. തീർച്ചയായും. അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് RSPക്കും ഷിബു ബേബി ജോൺ എന്ന നേതാവിനും ചവറ എന്നുള്ള മണ്ഡലം. ഇനി ഏറ്റവും ഗ്ലാമർ മണ്ഡലത്തിലേക്ക്, കൊല്ലത്തേക്ക്. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന അസംബ്ലി മണ്ഡലമാണ്. കൊല്ലം നഗരം ഉൾപ്പെടുന്ന മണ്ഡലമാണ്. കൊല്ലം കശുവണ്ടി ഉൽപ്പാദനത്തിനും മുന്നിൽ നിൽക്കുന്ന ജില്ലയാണ്. ഒപ്പം മത്സ്യ കയറ്റുമതിയിലും. അങ്ങനെ ഒരുപാടധികം കാര്യങ്ങൾ, പ്രത്യേകതകൾ കൊല്ലത്തെ പറ്റി പറയാനുണ്ട്. ഇടത് ചായ്വുള്ള മണ്ഡലമാണ്. 1957, 60, 65, 80, 82 എന്നീ വർഷങ്ങൾ ഒഴിച്ചാൽ RSPക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഒപ്പം നിന്ന മണ്ഡലമാണ്. പഴയ കോൺഗ്രസ് നേതാക്കളായിട്ടുള്ള A. റഹീമ, ഹെൻറി ഓസ്റ്റിൻ, കടവൂർ ശിവദാസൻ എന്നിവർ മാത്രമാണ് കൊല്ലത്ത് നിന്ന് ജയിച്ചിട്ടുള്ള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ. 2006 മുതൽ CPM-ന്റെ പ്രതിനിധിയെ മാത്രമാണ് കൊല്ലം നിയമസഭയിലേക്ക് അയച്ചിട്ടുള്ളത്. TK ദിവാകരൻ, ബാബു ദിവാകരൻ, PK ഗുരുദാസൻ തുടങ്ങിയവർ കൊല്ലത്തിന്റെ പ്രതിനിധികളായി നിയമസഭയിൽ എത്തിയവരാണ്. നമുക്ക് വിശദമായി ഡേറ്റകളിലൂടെ കാര്യങ്ങളെ പരിശോധിക്കുമ്പോൾ 2021 വോട്ട് നിരയിലേക്ക് വന്നു കഴിഞ്ഞാൽ M. മുകേഷിന് CPM-ന്റെ സ്ഥാനാർത്ഥിയായിരുന്നു, ഇപ്പോൾ MLA ആണ്. അദ്ദേഹത്തിന് അവിടെ ലഭിച്ചത് 58,524 വോട്ടുകളായിരുന്നു ലഭിച്ചത്. അതായത് 44.76%. ആർ ബിന്ദു കൃഷ്ണയാണ് രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്നത്. 56,452 വോട്ടുകൾ നേടിക്കൊണ്ടായിരുന്നു ബിന്ദു കൃഷ്ണ രണ്ടാം സ്ഥാനത്ത് വന്നത്. അതായത് 43.18% സുനിൽ M. BJPയുടെ സ്ഥാനാർത്ഥിയായിരുന്നു. 14,000
252 വോട്ടുകളാണ് ലഭിച്ചത്. 10.9% മാത്രം. ഭൂരിപക്ഷം കേവലം 2072 മാത്രമാണ്. അത് നമുക്ക് മുന്നത്തെ കണക്ക് വെച്ച് പരിശോധിക്കുമ്പോൾ വളരെയധികം കുറവാണ്. അതിലേക്ക് നമുക്ക് വിശദമായിട്ട് വരാം. ഇനി ലോക്സഭയിലേക്ക് വരികയാണെങ്കിൽ അവിടെ ചിത്രമാകെ മാറുന്നുണ്ട്. മാറുമെന്ന് പറയുമ്പോഴും RSPയുടെ സ്ഥാനാർത്ഥിയാണ് കഴിഞ്ഞ 3 തവണയായി കൊല്ലം ലോക്സഭയിൽ നിന്ന് ജയിച്ചു വരുന്നത്. ചരിത്രം വിശദമായി പരിശോധിച്ചാൽ 1980 മുതൽ 96 വരെയും 2009 മുതൽ 2024 വരെയും മാത്രമാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ കൊല്ലത്ത് നിന്ന് ലോക്സഭയിലേക്ക് എത്തിയത്. BK നായർ, S കൃഷ്ണകുമാർ, N പീതാംബരക്കുറുപ്പ് എന്നിവരാണ് കൊല്ലത്ത് നിന്ന് ജയിച്ച കോൺഗ്രസ് MPമാർ. 2024 കണക്കിലേക്ക് ഇനി വരികയാണെങ്കിൽ അവിടെ നിന്ന് NK പ്രേമചന്ദ്രൻ UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് നിന്നയാൾക്ക് 60,410 വോട്ടുകൾ ലഭിച്ചു. അതായത് 50.63% വോട്ടുകളാണ് ലഭിച്ചത്. M മുകേഷ് ആയിരുന്നു രണ്ടാം സ്ഥാനത്ത്. 36,618 വോട്ടുകൾ, 30.69% ലഭിച്ചത്. G കൃഷ്ണകുമാർ ആയിരുന്നു NDAയുടെ സ്ഥാനാർത്ഥി. 20,519 വോട്ടുകൾ ലഭിച്ചു, 17.2%. ഭൂരിപക്ഷം 23,732 വോട്ടുകളുടേതായിരുന്നു. RSP എന്ന പാർട്ടിക്ക് ഇന്നും വേരോട്ടമുള്ള മണ്ഡലമാണെന്ന് ഈ കണക്കുകളൊക്കെ തെളിയിക്കുന്നുണ്ട് അവിടെ. ഇനി തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് വരുമ്പോൾ കൊല്ലം കോർപ്പറേഷന് പുറമെ പനയം, തൃക്കരുവ എന്നീ പഞ്ചായത്തുകളും ഉൾക്കൊള്ളുന്നതാണ് കൊല്ലം അസംബ്ലി മണ്ഡലം. അതിൽ കൊല്ലം കോർപ്പറേഷനിലേക്ക് വന്നാൽ കോർപ്പറേഷൻ രൂപീകൃതമായിട്ട് 25 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി LDFന് ഭരണം നഷ്ടമായത് ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ്. UDF വലിയ മുന്നേറ്റമാണ് അവിടെ ഉണ്ടാക്കിയത് എന്നുള്ളത് ഏറ്റവും പ്രസക്തമായിട്ട് നമ്മൾ കാണേണ്ട കാര്യമാണ്. വോട്ട് എണ്ണുന്നതിനിടയിൽ NDA ഒരു ഘട്ടത്തിൽ രണ്ടാമത് വരെ എത്തുന്ന ഒരു അവസ്ഥ കൂടി കൊല്ലത്ത് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടുത്തെ കക്ഷിനില ഒന്ന് പരിശോധിച്ച് വരികയാണെങ്കിൽ കൊല്ലം കോർപ്പറേഷനിലെ കക്ഷിനില UDFന് 27, LDFന് 16, NDAക്ക് 12. അത് മുമ്പ് 6 ആയിരുന്നു, അത് 12 ആയി. അതേഴ്സിന് ലഭിച്ചത് 1. അതായത് 2020 അവിടെ NDAക്ക് വെറും 6 കൗൺസിലർമാർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ അത് ഇരട്ടിയായി വർദ്ധിപ്പിക്കാൻ NDAക്ക് കഴിഞ്ഞു എന്നുള്ളതുണ്ട്. ഇനി 2020 കക്ഷിനില കൂടി ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ അന്ന് LDFന് 39 ആയിരുന്നു, UDFന് 9, NDAക്ക് 6 എന്നുള്ളതായിരുന്നു 2020 കക്ഷിനില. ഇനി ഗ്രാമപഞ്ചായത്തിലേക്ക് വരുമ്പോൾ പനയം LDF ആണ്. അവിടെ LDFന് 10 സീറ്റുകളുണ്ട്, UDFന് 2, NDAക്ക് 4, അതേഴ്സിന് 2. 2020 അവിടെ LDF തന്നെയായിരുന്നു ഭരണത്തിൽ ഉണ്ടായിരുന്നത്. ഇനി തൃക്കരുവ അടുത്ത പഞ്ചായത്തിലേക്ക് വരുമ്പോൾ UDFന് അവിടെ 9, LDFന് 7, NDAക്ക് 2 എന്നുള്ളതാണ്. 2020 അവിടെ UDFൽ ടൈ ആയിരുന്നു. നറുക്കെടുപ്പിലൂടെ UDF ഭരണം പിടിക്കുകയും ചെയ്തു. ഈ ഒരു രീതിയാണ് കൊല്ലത്തെ സംബന്ധിച്ച് പറയുമ്പോഴുള്ളത്. പക്ഷെ നമ്മൾ ഈ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള ഒരു വലിയ രീതിയിലുള്ള തിരിച്ചടി, അത് കൊല്ലത്തെ നമ്മൾ അന്ന് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്ന ആ ദിവസം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു ഇടം കൊല്ലമായിരുന്നു. അതിനെപ്പറ്റി വിശദമായി നമുക്ക് അതിഥികളോട് ചോദിക്കുമ്പോൾ സുഭാഷിലേക്കാണ്. സുഭാഷ്, ഈ മറ്റേതൊരു മണ്ഡലത്തെക്കാളും കൊല്ലത്തെ തോൽവി വലിയ രീതിയിൽ ഒരു ആഘാതം ഉണ്ടാക്കിയെന്ന് MV ഗോവിന്ദൻ തന്നെ ഞെട്ടിച്ചു എന്നുള്ളത് MV ഗോവിന്ദൻ തന്നെ തുറന്നു പറഞ്ഞതാണ്. അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം. കാരണം 2016 11 മണ്ഡലങ്ങളും LDFനൊപ്പം നിന്ന ജില്ലയായിരുന്നു കൊല്ലം. മറ്റേതൊരു ഇപ്പോൾ കണ്ണൂരിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾ പാർട്ടിയുടെ സ്വന്തം ഇടങ്ങളെയൊക്കെ വെച്ചതിനൊക്കെ നോക്കിയാലും കൊല്ലം എന്ന് പറയുന്നതിന് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഇടത്താണ് ഇക്കഴിഞ്ഞ് 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള തിരിച്ചടി കിട്ടിയത്. അതുകൊണ്ട് തന്നെ കൊല്ലം ഇത്തവണ വലിയ രീതിയിലുള്ള ഒരു ആശങ്ക ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. മാത്രമല്ല അവിടെ മുകേഷ് മത്സരിക്കില്ല എന്നുള്ള കാര്യങ്ങൾ ഏകദേശ ധാരണയിലേക്ക് വരുന്നുണ്ട്. അങ്ങനത്തെ വാർത്തകൾ തന്നെയാണ് വരുന്നത്. പകരം അവിടെ ചിന്താ ജെറോമുണ്ട്, ഒപ്പം തന്നെ SR രാഹുൽ എന്നിവർ പരിഗണനയിലുണ്ട്. അപ്പോൾ ഒരു യുവനിരയെ ഇറക്കി കാര്യങ്ങൾ പിടിച്ചെടുക്കാൻ സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ കൂടി അവിടെ വെക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഏത് നിലയ്ക്കാണ് CPMന്റെ അവിടുത്തെ പ്രതീക്ഷകൾ, ആശങ്കകൾ ഉണ്ടെങ്കിൽ അതും? CPIMന് വലിയ തോതിൽ ആശങ്കയ്ക്ക് വകയുള്ള ഒരു മണ്ഡലം തന്നെയാണ് കൊല്ലം. നേരത്തെ പറഞ്ഞു, കഴിഞ്ഞ തവണ 2072 വോട്ടുകൾക്ക് മാത്രമാണ് മുകേഷ് അവിടെ നിന്ന് ബിന്ദു കൃഷ്ണയോട് വിജയിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ അന്ന് ലോക്സഭാ മണ്ഡലത്തിൽ ഏതാണ്ട് 24,000-അടുത്ത് വോട്ടുകളുടെ ഭൂരിപക്ഷവും ഇത്തവണ ഉണ്ടായി.
ഈ ഏറ്റവും അവസാനം ഞെട്ടിച്ചു എന്ന് പറയുന്ന രീതിയിൽ നമ്മളത് വളരെ ഞെട്ടലോടുകൂടി അന്ന് CPM കക്ഷികൾ മാത്രമല്ല കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ പോലും ഞെട്ടിയിട്ടുണ്ടാകും. കാരണം അവർ ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത ഒരു വിജയമാണ് കൊല്ലം കോർപ്പറേഷനിൽ അവർക്ക് ലഭിച്ചത്. തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ CPM നഷ്ടപ്പെട്ടു എന്നുള്ളതിനേക്കാൾ വലിയ അടി ആയി കൊല്ലത്ത് വരുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരുന്നു. കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നതിൻ്റെ ഇരട്ടി സീറ്റുകൾ NDA നേടി. കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നതിൻ്റെ 3 ഇരട്ടി സീറ്റുകൾ UDF നേടിക്കൊണ്ട് അവിടെ ഭരണം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ. അതായത് 9 സീറ്റിൽ നിന്ന് 27 സീറ്റിലേക്ക് UDF വളരുമ്പോൾ CPMൻ്റെ വലിയ തകർച്ചയാണ് അവിടെ കണ്ടത്. അതേപോലെ തന്നെയാണ് അവിടെ നിന്ന് 2 ടൈമിലായി ജയിച്ചു വന്നിരുന്ന മുകേഷിന് എതിരെ ഉണ്ടായിട്ടുള്ള ആരോപണങ്ങൾ. അദ്ദേഹം ഇപ്പോൾ ഏതാണ്ട് ഇരുട്ടത്ത് നിൽക്കുന്ന ഒരവസ്ഥയിൽ. തീർച്ചയായും അവിടെ മുകേഷിനെ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു അവസ്ഥയിലല്ല CPM എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും എന്ന മട്ടിൽ മുകേഷ് ഇത്തവണയും രംഗത്ത് വന്നിട്ടുണ്ട്. മുകേഷിനെ തന്നെയാണോ പരിഗണിക്കുക എന്ന കാര്യം നമുക്കറിയില്ല. എന്തായാലും അവിടെ സ്ഥാനാർത്ഥി നിർണയം എന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരിക്കും. കാരണം ഈ തരത്തിൽ വലിയ തോതിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥി അല്ലെങ്കിൽ കൊല്ലം ഇത്തവണ LDFന് നഷ്ടപ്പെടുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ പോയാലും അതിശയപ്പെടാനില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ശരി, അത്തരമൊരു നിരീക്ഷണം ഉള്ളപ്പോൾ തന്നെ ശ്രീലാലിലേക്ക് വരുമ്പോൾ, ശ്രീലാല് 2016 17,000-ൽ പരം വോട്ടുകളുടെ വിജയം, അത് 2021 ആകുമ്പോഴേക്കും കേവലം 2,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രമായി ചുരുങ്ങുന്ന സാഹചര്യമാണ് മുകേഷിന് കണ്ടത്. അതിനുശേഷം വന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ തിരിച്ചടി അത് അതിനേക്കാൾ മീതെ നിൽക്കുന്നതുമാണ്. ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ 1/4 നൂറ്റാണ്ടിന് ശേഷം കൊല്ലം സ്വന്തമാക്കാൻ കഴിയുമെന്ന് UDFന് തീർച്ചയായും പ്രതീക്ഷ വെക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണുള്ളത്. അത് സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം എത്രത്തോളം ഗൗരവത്തോടു കൂടി പരിഗണിച്ചുകൊണ്ടുള്ളൊരു മുന്നോട്ടേക്കുള്ള സഞ്ചാരമായിരിക്കും UDFന്റെ ഭാഗത്തുനിന്നുണ്ടാവുക? കൊല്ലത്ത് വളരെ സാധ്യതയുള്ള ഒരു മണ്ഡലമാണ് എങ്കിൽ പോലും സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇപ്പോഴും അത്തരമൊരു വലിയ മാറ്റം വരുത്താനൊന്നും കോൺഗ്രസ് തയ്യാറാകുന്നില്ല എന്നുള്ള സൂചനകളാണ് നമുക്ക് നിലവിൽ കിട്ടുന്നത്. 2016-ൽ മത്സരിച്ച തോറ്റ നേതാവും 2021-ൽ മത്സരിച്ച തോറ്റ നേതാവും തന്നെയാണ് വീണ്ടും, അതായത് ബന്ധുകൃഷ്ണയും സൂരജ് രവിയും തന്നെയാണ് വീണ്ടും ഇവിടെ സ്ഥാനാർത്ഥി പട്ടികയിൽ പ്രധാനമായി പരിഗണിക്കുന്ന 2 പേരുകൾ എന്നുള്ളതാണ് നമുക്ക് അറിയുന്നത്. ഇനി അവിടെ ഈ മണ്ഡലത്തിൻ്റെ പ്രത്യേകത കണ്ടുകൊണ്ട് തന്നെ വേറെ ഏതെങ്കിലും ഒരു പുതിയ ഒരു പരീക്ഷണത്തിന് കോൺഗ്രസ് തയ്യാറാകുമോ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യം. പക്ഷേ ഏറ്റവും പ്രധാനമായി എടുത്തു പറയാനുള്ള ഒരു കാര്യം, കൊല്ലം മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ LDF UDF തമ്മിലായിരുന്ന മത്സരമെങ്കിൽ ഇത്തവണ അവിടെ ഒരു കക്ഷി കൂടി മത്സരത്തിൽ സജീവമായി രംഗത്തുണ്ട്. ഈ ജയപരാജയങ്ങളെ തീരുമാനിക്കുന്ന തലത്തിലേക്ക് NDA BJP അവിടെ വളർന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഫലം കാണിക്കുന്നത്. അതായത് കോർപ്പറേഷനിൽ 6 സീറ്റിൽ നിന്നും 12 വാർഡുകളിലേക്ക് അവരുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നു. കോർപ്പറേഷന് പുറത്ത് അവർക്ക് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന അത്രയും തന്നെ വാർഡുകൾ നിലനിർത്താനായി എന്നുള്ളത് അത് നിർണായകമായൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ LDFും UDFും തമ്മിൽ മത്സരിച്ച് ഒരു സ്ഥാനാർത്ഥി വിജയിപ്പിച്ചെടുക്കുന്ന ഘട്ടത്തിൽ നിന്ന് മാറി അവിടെ നിർണായകമായി ഒരു 3ാം മുന്നണി കൂടി NDA കൂടി ശക്തമായി തന്നെ വരുന്നു എന്നുള്ളതാണ് കൊല്ലത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇനി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ കൊല്ലം എങ്ങോട്ടാണ് ചിന്തിക്കുന്നതെന്ന് വ്യക്തമായിരുന്നു. അത് ഈ നേതാക്കൾ വായിച്ചെടുക്കാൻ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. ഇടത് നേതാക്കൾ അത് വായിച്ചെടുക്കാൻ പരാജയപ്പെട്ടു എന്നുള്ളത് മാത്രമാണ്. ആ സൂചന അന്ന് കണ്ടിരുന്നുവെങ്കിൽ, തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ ഇത്ര വലിയൊരു പരാജയം കൊല്ലത്ത് ഒരു പക്ഷേ നേരിടേണ്ടി വരില്ലായിരുന്നു. അതിന് ഞാൻ പറയാൻ കാരണം 2 തവണ കൊല്ലത്തെ പ്രതിനിധീകരിച്ച MLA മുകേഷ് ആയിരുന്നു കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് മത്സരിച്ചത്. കൊല്ലം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായിരുന്നത്. ആ മുകേഷ് സ്വന്തം സിറ്റിംഗ് മണ്ഡലത്തിൽ ഏതാണ്ട് 20%, 50%, 30%, 50%-ലധികം പ്രേമേന്ദ്രൻ പിടിച്ചപ്പോൾ കൊല്ലം മണ്ഡലത്തിൽ 30% അടുത്ത് മാത്രമാണ് ഈ പറയുന്ന മുകേഷിന് പിടിക്കാനായത്. അപ്പോൾ തന്നെ വ്യക്തമായിരുന്നു 20% സിറ്റിംഗ് MLA 20%-ലധികം വോട്ടിന് പിന്നിൽ നിൽക്കുമ്പോൾ തന്നെ കാര്യങ്ങൾ വായിച്ചെടുക്കണമായിരുന്നു. അത് ഇനിയും അത് വായിച്ചെടുത്തില്ല എങ്കിൽ തീർച്ചയായും ഇവിടെ UDFന് വലിയ സ്വാധീനം ഉണ്ടാക്കാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ NDA എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതും ഈ 2 മുന്നണിയിൽ ആര് ജയിക്കുന്നു എന്ന കാര്യത്തിൽ അതിനെ സ്വാധീനിക്കാനും നിർണ്ണയിക്കാനും സാധ്യതയുണ്ട്. തീർച്ചയായും ശ്രീലാൽ, അപ്പോൾ CPMന് അവിടെ ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ടെന്ന് സുഭാഷ് പറഞ്ഞു വെച്ചത് തന്നെയാണ് അതിൻ്റെ ഒരു കൺക്ലൂഷനായി വരിക. ഏതാണെങ്കിലും ഇവിടെ ശക്തമായ മത്സരം ഉണ്ടാകുമെന്നുള്ളതിൽ തർക്കമൊന്നുമില്ല. ഇന്ന് പരിശോധിക്കുന്ന അവസാനത്തെ മണ്ഡലത്തിലേക്കാണ്. അത് ഇരവിപുരമാണ്. RSPയുടെ മറ്റൊരു കോട്ടയാണ് ഇരവിപുരം മണ്ഡലം. 1957 രൂപീകൃതമായ മണ്ഡലത്തിൽ 5 തെരഞ്ഞെടുപ്പ് ഒഴിച്ചാൽ മറ്റെല്ലാ തവണയും RSP സ്ഥാനാർത്ഥിയാണ് വിജയിച്ചത്. ഏറ്റവും കൂടുതൽ കാലം MLA ആയിരുന്നത് മുൻ മന്ത്രിയായ RS ഉണ്ണിയാണ്. 4 തവണ A അസീസും മണ്ഡലത്തിൽ
നിന്ന് MLA ആയി. കഴിഞ്ഞ 2 തവണകളായി CPM-ന്റെ M നൌഷാദാണ് MLA ആയിട്ടുള്ളത്. മണ്ഡലത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലേക്ക് വരുമ്പോൾ 2021 പോകാം. ആദ്യം M നൌഷാദ് CPM-ന്റെ സ്ഥാനാർത്ഥിയായിരുന്നയാൾ. ഇപ്പോഴത്തെ സിറ്റിംഗ് MLA-ക്ക് ലഭിച്ചത് 71,573 വോട്ടുകളാണ്. അതായത് 56.24%. ബാബു ദിവാകരനാണ് 2ാം സ്ഥാനത്ത് വന്നത്. RSPയുടെ കാൻഡിഡേറ്റ് ആയിരുന്നു. 43,452 വോട്ടുകൾ, അതായത് 34.14% ലഭിച്ചത്. BDJസിന്റെ രഞ്ജിത്ത് രവീന്ദ്രന് ലഭിച്ചതാകട്ടെ 8,468 വോട്ടുകൾ, 6.65% മാത്രമാണ് അവിടെ ലഭിച്ചത്. ഭൂരിപക്ഷം 28,121 വോട്ടുകളുടേതായിരുന്നു. അതായത് 22.22% ഭൂരിപക്ഷം അവിടെ ലഭിച്ചു. മികച്ച ഭൂരിപക്ഷം എന്ന് തന്നെ നമുക്ക് വിലയിരുത്താം. 2024 അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ NK പ്രേമചന്ദ്രൻ അവിടെ ലഭിച്ചത്, RSPയുടെ NK പ്രേമചന്ദ്രൻ ലഭിച്ചത് 60,356 വോട്ടുകളാണ്. അതായത് 51.57%. അവിടെ M മുകേഷിന് ലഭിച്ചത് 36,678 വോട്ടുകൾ, അതായത് 31.34% മുകേഷിന് അവിടെ ലഭിച്ചത്. G കൃഷ്ണകുമാറിന് ലഭിച്ചത്, BJPയുടെ സ്ഥാനാർത്ഥിയായിരുന്നു, 18,255 വോട്ടുകളാണ് G കൃഷ്ണകുമാറിന് ലഭിച്ചത്. 15.59% മാത്രം. ഇനി അവിടെ ലീഡായിട്ട് വന്നത് 23,678 വോട്ടുകളുടേതായിരുന്നു അവിടെ ലീഡായിട്ട് വന്നിരുന്നത്. ഇനി അടുത്തത് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ കൊല്ലം കോർപ്പറേഷനിലെ 24 ഡിവിഷനും മയ്യനാട് പഞ്ചായത്തും അടങ്ങുന്നതാണ് ഇരവിപുരം മണ്ഡലം. കോർപ്പറേഷൻ വാർഡുകൾ 24 അവിടെ UDF-ന് 10, LDF-ന് 8, NDA-ക്ക് 5, അതേഴ്സിന് 1 എന്നുള്ള കണക്കാണ് ഇരവിപുരത്തുള്ളത്. ഇനി ഗ്രാമപഞ്ചായത്ത് കണക്കിലേക്ക് വരുമ്പോൾ അവിടെ മയ്യനാട് UDF-നാണ് ഉള്ളത്. അവിടെ കക്ഷിനിലയിലേക്ക് വരുമ്പോൾ 2025 കക്ഷിനില UDF-ന് 15, LDF-ന് 9 എന്നുള്ള തരത്തിലാണ്. 2020 LDF ആയിരുന്നു അവിടെ ഭരണം. 2020 കക്ഷിനിലയും കൂടെ ഒന്ന് ജസ്റ്റ് പറഞ്ഞു പോകാം. LDF-ന് 14, ഒപ്പം തന്നെ അവിടെ UDF-ന് 8, NDA-ക്ക് 1 എന്നുള്ളതായിരുന്നു. അടുത്തതിലേക്ക് വരുമ്പോൾ നമുക്ക് ഇതായിരുന്നു ഈ മണ്ഡലത്തിൻ്റെ ഒരു മൊത്തത്തിലുള്ള സാഹചര്യം എന്ന് പറയുന്നത്. ഇനി ഇരവിപുരത്തെ പറ്റി ഒന്ന് വിശദമായി അവലോകനം നടത്തുകയാണെങ്കിൽ, ഇരവിപുരം എക്കാലത്തും ഒരു ചുവപ്പ് നിലനിർത്തിയ മണ്ണാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം RSP ആയാലും CPI ആയാലും 2016 മുതൽ ഇങ്ങോട്ട് CPM ആയാലും ഒക്കെ എല്ലാം ഇടതിനോട് ചേർന്ന് നിന്നിട്ടുള്ള മണ്ഡലമാണ്. സുഭാഷ്, ഈ പറഞ്ഞ ഡേറ്റകളിലെല്ലാം ഈ ചുവന്നു നിന്ന മണ്ണാണ് ഇരവിപുരം എന്നുള്ളത്. ഈ നിലയ്ക്ക് ഇങ്ങോട്ട് കാര്യങ്ങളെ വരുമ്പോൾ ഇപ്പോൾ മാത്രമല്ല M നൌഷാദ് അവിടെ ലഭിച്ച വോട്ടുകൾ എന്ന് പറയുന്നത് മികച്ച വോട്ടുകൾ തന്നെയായിരുന്നു, മികച്ച ഭൂരിപക്ഷമായിരുന്നു. അദ്ദേഹം ഇത്തവണയും സ്ഥാനാർത്ഥിത്വം ആവർത്തിക്കാനുള്ളൊരു സാധ്യതയും ഈ മണ്ണ് ചുവന്നു തന്നെ നിൽക്കാനുള്ളൊരു സാധ്യതകളും എത്രത്തോളം ഉണ്ട് അവിടെ? തീർച്ചയായും നമ്മൾ RS ഉണ്ണി എന്ന നേതാവിനെ കുറിച്ച് കേൾക്കുമ്പോൾ പറഞ്ഞു കേൾക്കുന്ന, അന്നു മുതൽ കേൾക്കുന്ന ഒരു മണ്ഡലമാണ് ഇരവിപുരം. അദ്ദേഹം അവിടെ 5 തവണ മത്സരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ VP രാമകൃഷ്ണപിള്ള, പിന്നെ അസീസ് തുടങ്ങിയ ആളുകൾ നിരവധി RSPയുടെ നേതാക്കന്മാരും നിരവധി ആയി തുടർച്ചയായിട്ട് മത്സരിച്ച് വിജയിച്ച ഒരു മണ്ഡലമാണിത്. നേരത്തെ പറഞ്ഞല്ലോ, കൊല്ലവുമായി ബന്ധപ്പെട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു ഇരവിപുരം. അവിടെ RSPക്ക് സ്ഥിരമായിട്ട് LDF-ആകുമ്പോൾ RSPക്ക് സ്ഥിരമായി നൽകിയിരുന്ന ഒരു സീറ്റായിരുന്നു അത്. RSP പോയപ്പോഴാണ് CPIM ആ ഒരു സീറ്റ് ഏറ്റെടുത്തത് 2016. അതിനുശേഷമാണ് M നൌഷാദ് മത്സരിക്കുന്നത്. നൌഷാദ് മത്സരിക്കുമ്പോൾ ആദ്യ തവണ മത്സരിക്കുമ്പോൾ തന്നെ RSP സ്ഥാനാർത്ഥിക്ക് അന്ന് RSPയുടെ നേതാവ് ആദ്യം 2011 ജയിച്ചിരുന്ന ആളിൻ്റെ അതായത് അസീസിന് കിട്ടിയതിനേക്കാൾ ഇരട്ടി വോട്ടുകൾ അദ്ദേഹത്തിന് കിട്ടി. ഈ ഒരു 2016 ആ ഒരു തരംഗത്തിൽ കിട്ടിയ വോട്ടാണ് എന്ന് പറഞ്ഞാൽ പോലും 2021 കുറെ കൂടി പ്രതികൂലമായ സാഹചര്യത്തിൽ പോലും അദ്ദേഹത്തിന് ആ സീറ്റ് ആ തരത്തിൽ 28,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ആ ഒരു തെരഞ്ഞെടുപ്പിലും നിലനിർത്താനായി. ഈ ഒരു തെരഞ്ഞെടുപ്പ് ഇത്തവണയും M നൌഷാദ് തന്നെയാണോ സ്ഥാനാർത്ഥി എന്ന കാര്യം ഉറപ്പാക്കേണ്ടതുണ്ട്. CPIM മിക്കവാറും നൌഷാദിനെ തന്നെയായിരിക്കും ഇറക്കുക. കാരണം ടേമിൻ്റെ പ്രശ്നങ്ങൾ അവർ മാറ്റിവെക്കുകയാണെങ്കിൽ നൌഷാദ് തന്നെയായിരിക്കും അവിടെ സ്ഥാനാർത്ഥി എന്നാണ് അറിയുന്നത്. അങ്ങനെയെങ്കിൽ അത് LDF-ന് കൂടുതൽ അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കും എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ കാണുന്നത്. കാരണം M നൌഷാദ് ആ തരത്തിൽ വളരെ വലിയ ഇൻറോഡ്സ് ആ മണ്ഡലത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളൊരു നേതാവാണ്.
ഏത് സുഭാഷ്, ഞാൻ അതിവേഗം ശ്രീലാലിലേക്കും കൂടി ഒന്ന് പോവുകയാണ്. നമ്മൾ തെരഞ്ഞെടുപ്പ് സമയം അവസാനിക്കാൻ പോകുന്നത് കൊണ്ട് മാത്രമാണ്. ശ്രീലാല, ഇവിടെ RSPക്ക് കൊടുക്കേണ്ടതില്ല, UDF തന്നെ അല്ലെങ്കിൽ കോൺഗ്രസ് തന്നെ മത്സരിച്ചാൽ മതി എന്നുള്ള തരത്തിൽ ഇരുവിപുറത്തെ ചർച്ചകൾ സജീവമാണ്. RSPക്ക് കൊടുക്കാതിരിക്കാനുള്ള ഒരു സാധ്യതകൾ, അത് തോൽവി മുന്നിൽ അല്ലെങ്കിൽ തോൽവിയുടെ ഒരു ചരിത്രം പരിശോധിച്ചുകൊണ്ട് തന്നെയാണ് RSPക്ക് കൊടുക്കേണ്ടതില്ല, മുസ്ലിം ലീഗിനും കൊടുക്കേണ്ടതില്ല, കോൺഗ്രസ് തന്നെ മത്സരിക്കാം എന്നുള്ള തരത്തിലേക്ക് വരുന്നു. എങ്ങനെയാണ് UDFന്റെ അവിടുത്തെ കണക്കുകൂട്ടലുകൾ? നോക്കൂ, പ്രേമേന്ദ്രൻ്റെ മകൻ മത്സരിക്കുമെന്ന് വരെ പറഞ്ഞു കേട്ട മണ്ഡലമാണ് ഇരവിപുരം. അവിടെ അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേരുകൾ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായിട്ട് വന്നു. പക്ഷേ അതിനുശേഷം അദ്ദേഹത്തിന് ഈ മണ്ഡലം തിരിച്ചെടുക്കുന്ന കാര്യത്തിലൊക്കെ വലിയ ചർച്ചകൾ നടക്കുന്നു. പക്ഷേ RSP ബലം പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ അത് അവർക്ക് തന്നെ കൊടുക്കേണ്ടി വരും. കാരണം തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുന്നിൽ വെച്ചിട്ട് അത്തരം ഒരു വലിയ ഒരു ഇടഞ്ഞ് ഒരു ഏറ്റുമുട്ടലിന് നിൽക്കാനുള്ള സാധ്യതയും കുറവാണ്. ഇവിടെ നഗരത്തിന് തൊട്ടടുത്തുള്ള മണ്ഡലമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നഗരത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള NDA ഉണ്ടാക്കിയിട്ടുള്ള അതേ സ്വാധീനത്തിൻ്റെ വലിയൊരു സാഹചര്യം ഇവിടെയുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 6-ൽ നിന്ന് 12-ലേക്ക് എത്തുന്നതിൽ ഇവിടെ 5 സീറ്റുകളോളം 5 വാർഡുകളോളം സംഭാവന ചെയ്ത ഒരു മണ്ഡലമാണ് ഇരവിപുരം NDAക്ക്. അതുകൊണ്ട് തന്നെ NDAയുടെ നിലപാട്, NDAയുടെ സ്വാധീനം ഇവിടെയും നിർണായകമാണ്. പക്ഷേ നേരത്തെ സുഭാഷ് സൂചിപ്പിച്ചതുപോലെ തീർച്ചയായും നൗഷാദ് വലിയ തോതിൽ സ്വാധീനം ഉണ്ടാക്കിയിട്ടുള്ള മണ്ഡലം തന്നെയാണ് ഇരവിപുരം. അവിടെ നൗഷാദിനെ തോൽപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് വ്യക്തിപരമായ നൗഷാദ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്വാധീനത്തെ കൂടി തോൽപ്പിക്കേണ്ടി വരും. അതിന് തക്കവണ്ണം നമ്മൾ സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക എന്നുള്ളത് വലിയ വെല്ലുവിളി തന്നെയാകും UDFനും. അവരുടെ ഒപ്പം നിൽക്കുന്ന RSP ആയാലും കോൺഗ്രസ് ആര് ഏറ്റെടുത്താലും അവിടെ അത്തരത്തിലൊരു വലിയ വെല്ലുവിളി അവർ നേരിടുക തന്നെ ചെയ്യും. ശരി ശ്രീലാല, ഏതാണെങ്കിലും ഇന്നത്തെ സമയം അവസാനിക്കുകയാണ്. കൊല്ലം ജില്ലയിലെ 5 പ്രധാനപ്പെട്ട മണ്ഡലങ്ങളാണ് നമ്മൾ ഇന്ന് പരിശോധിച്ചത്. അതിൽ സ്റ്റാർ മണ്ഡലങ്ങൾ അടക്കമുള്ള മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു. എന്താണെങ്കിലും കൊല്ലം അത് മുമ്പുണ്ടായിരുന്നത്രയും എളുപ്പമല്ല കാര്യങ്ങൾ ഇത്തവണ എന്ന് സൂചിപ്പിക്കുന്നതാണ് ഓരോ മണ്ഡലത്തിലെയും കണക്കുകൾ എന്നുള്ളതാണ്. ഏതാണെങ്കിലും 6 മണ്ഡലങ്ങൾ കൂടി ഇനി ബാക്കിയുണ്ട്. അവയുടെ വിശദമായി നമുക്ക് നാളെ പരിശോധിക്കേണ്ടതുണ്ട്. ഏതാണെങ്കിലും അതിഥികളായി നമ്മോടൊപ്പം എത്തിയിട്ടുള്ള TJ ശ്രീലാലിനും R സുഭാഷിനും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. പ്രേക്ഷകർ എന്താണെങ്കിലും നാളെയും തുടരുക. 6 മണ്ഡലങ്ങൾ നാളെയും ഉണ്ടാകും. അപ്പോൾ ഇലക്ഷൻ ഹെറാൾഡ് ഇന്ന് അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം, ശുഭരാത്രി.